എല്ലാവരുടെ മുന്നിലും കള്ളിയായിരിക്കുന്നത് നാട്ടുകാരുടെ പൈസ പറ്റിച്ച് ജീവിക്കുന്നതുമായിട്ടുള്ളൊരു വ്യക്തി ഇപ്പം ഞാനാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണ്. ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് കിട്ടാനില്ല. എന്താണ് നടന്നതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞുതരാം. 1 രൂപയെങ്കിലും കിട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. എല്ലാ രീതിയിലും ടെൻഷനും പ്രഷറും അനുഭവിക്കുന്നുണ്ട്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതെന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ഞാൻ അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ബ്ലസൻ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞേക്കുന്നത് പരിപാടി നടക്കില്ലെങ്കിൽ 5 മണിക്ക് റീഫണ്ട് അയക്കണം എന്ന്. അങ്ങനെ പറഞ്ഞ ഒരാൾ ഈ ഒരു സംഭവത്തിന് ശേഷം എന്തിനാണ് അവന് ബാക്കി പൈസ കൊണ്ടു കൊടുത്തത്? അന്ന് മുതൽ അയാൾ പറയുന്നത് നീ യൂട്യൂബർ ആണോ ഇൻസ്റ്റഗ്രാമർ ആണോ എന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാം. മുന്നിലേ ഞാനും ഇൻവോൾവ് ആയിരുന്നു. ഒരു പ്രശ്നം അറിഞ്ഞ സമയത്ത് ഞാൻ അതിൽ നിന്ന് പിന്മാറിയെങ്കിലും അവർക്ക് റീഫണ്ട് അയച്ചു കൊടുത്ത് ഇത് നിർത്താൻ പറഞ്ഞെങ്കിലും അവരത് ചെയ്തില്ല. ഞാൻ അറിയാതെ പൈസ കൊടുത്ത് COS കിട്ടിയ ഒരു പ്രശ്നത്തിൻ്റെ പേര് എന്തിനാണ് എൻ്റെ തലയിൽ കൊണ്ടിടുന്നത്? എറഹോം ഒരു വിസയെങ്കിലും ചെയ്തു കൊടുത്ത് ഏതെങ്കിലും കമ്പനിയിൽ നിന്നോ ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ 1 രൂപയെങ്കിലും എനിക്ക് കമ്മീഷനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി പൈസ വീടോ പണയോ എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അയാള് ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല. എന്നിട്ട് റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ അത് എന്നെ അറിയിക്കാത്തതിന് പകരം ബാക്കി പൈസ അയാൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം എന്നെ തെറി വിളിച്ചിട്ട് നീ ഇത്രയും വിശ്വസിച്ച്, അതായത് 3-4 തവണ COS തരാം എന്ന് പറഞ്ഞ് അമൽ ഞങ്ങളെ ഇങ്ങനെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും വിശ്വസിച്ച് എന്തിനാണ് ബ്ലസൻ എന്ന് പറയുന്ന ആൾ ഇത്രയും രൂപ അവൻ അയച്ചു കൊടുത്തത്? അമലും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അമൽ എവിടെ ഇരുന്ന് കേൾക്കുവാണെങ്കിലും അമലിൻ്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിലും അമൽ ഇത് കൊണ്ടുവരണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റും. അപ്പോൾ അത് എൻ്റെ ആവശ്യം കൂടിയാണ്. ആ ഒരു സമയത്ത് എൻ്റെ തെറ്റ് തന്നെയാണ്, ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു. തട്ടിപ്പും വെട്ടിപ്പും ആണ് മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്നെ ഒഴിച്ച് എൻ്റെ ഫാമിലിനെ മീഡിയൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് ഷോ ഓഫ് കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നാളെ ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് തരാനുള്ള ഉറപ്പുണ്ടോ? ത്രൂ ആണ് പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും അത് അറിയിക്കേണ്ടത് നീരജയാണ്. അത് എന്നെ അറിയിക്കാണ്ട് രണ്ടാമത് ഡയറക്റ്റായിട്ട് അമലിനെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു ഫണ്ട് അയച്ചു കൊടുത്തു. ഇതിൽ ഒരിടത്തും നിങ്ങൾ കേട്ടിട്ടുള്ള വോയിസിലാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ടിലാണെങ്കിലും ഇതിൽ ഒരിടത്തും ചേട്ടാ എനിക്ക് ഫണ്ട് തരണം, എൻ്റെ അക്കൗണ്ടിലോട്ട് അയക്കണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചേട്ടൻ മെസ്സേജൊക്കെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഈ ഫണ്ട് നാളെ കൊടുക്കാം, ഫണ്ട് റെഡിയാക്കി വെച്ചേക്കൂ എന്ന് പറയുന്ന സമയത്ത് അവർ ഫണ്ട് റെഡിയാക്കി വെച്ചേക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫണ്ട് കൊണ്ട് കൊടുക്കുന്നില്ല. ഈ വിസ സക്സസ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലാഭം നിനക്ക് തരാം. ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് എന്താണ് തരുന്നത്, എത്രയാണ് തരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. നടന്ന കാര്യം നടന്നത് പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹലോ മൈ ക്യൂട്ടീസ്, ഇറ്റ്സ് മീ നീരജ ആമോസ്, ഇന്ത്യൻ സീക്രട്ട് ഫുഡി. ഈ ഒരു കാര്യത്തിന് ഇത്രയും വലിയൊരു ഇൻട്രോൻ്റെ ആവശ്യമൊന്നുമില്ല എന്നെനിക്കറിയാം. പിന്നെ ഓക്കെ, പിന്നെ എന്താ പറയുക, ഓക്കെ, ഈ ഒരു വിസ തട്ടിപ്പ് എന്നൊരു കേസ് റിലേറ്റഡായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഭാഗത്തു നിന്നുള്ള ലാസ്റ്റത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. എക്സ്പ്ലനേഷൻ എന്ന് ഞാൻ പറയത്തില്ല, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോവേ ഇനി ഇടത്തില്ല. കാരണം ലാസ്റ്റായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചലഞ്ച് പോലെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ വീഡിയോ ഇടത്തില്ല. ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. ഇപ്പോഴും എനിക്ക് ആ നിലപാട് തന്നെയാണ്. പക്ഷേ ഓരോ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളും പിന്നെ ലാസ്റ്റ് ബ്ലസൻ UK എക്സ്പ്രസ്സിലെ ബ്ലസൻ ആൻഡ് മാവിഷ് ചെയ്ത ലൈവിൽ പറയുന്ന കുറേ കള്ളത്തരങ്ങളും പിന്നെ എൻ്റെ ഭാഗത്ത് നിന്നുള്ള കാര്യം എന്താണെന്നും ഉള്ള തെളിയിക്കാനും എൻ്റെ ഭാഗം എന്താണെന്ന് പറയാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇത് റിലേറ്റഡായിട്ട്, അതായത് ഈ വിസ കാര്യം റിലേറ്റഡായിട്ട് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒരു വീഡിയോ ഉണ്ടാവത്തില്ല. കാരണം ആ ഒരു പ്രശ്നം വന്ന സമയത്ത് തന്നെ ഇച്ചിരി ലെങ്തി ആയിട്ട് വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് എൻ്റെ പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മൾ പൈസ മേടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ആ പൈസക്കല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, പറയുന്നവർ പറഞ്ഞോട്ടെ, കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കഴിയും എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ കഴിഞ്ഞ ഒരു 1-2 ആഴ്ച കൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും സഫർ ചെയ്യുന്നത് 1 രൂപയെങ്കിലും കിട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ്, നാട്ടുകാരുടെ കണ്ണീരിൻ്റെ ശാപമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ 5ൻ്റെ പൈസ പോലും നമുക്ക് കയ്യിൽ കിട്ടാണ്ട്
ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ പബ്ലിക്, എനിക്ക് ഓക്കെ, ഞാനിതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ബിക്കോസ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാനായിട്ട് ചെന്ന് ചാടിയ ഒരു തെറ്റായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലി അതെന്തിനാണ് സഫർ ചെയ്യുന്നത്? അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻസ് ഇടുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും കമൻസ് മാത്രമല്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ വലിയൊരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ 1-2 ആഴ്ചകളിലൂടെ ഞാനും എൻ്റെ ഫാമിലിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. അപ്പം കരഞ്ഞാൽ നിങ്ങളിനി പറയും വന്നിരുന്ന് മെഴുകുവാണെന്ന്. അപ്പം കരയത്തില്ല. കാരണം എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ഇപ്പോഴും ഞാൻ പറയുവാണ്. എൻ്റെ ഹേറ്റേഴ്സിനോടോ ഇപ്പോഴും എനിക്കെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നവരോടോ അല്ലെങ്കിൽ കാര്യം അറിയാണ്ട് വന്ന് കമൻറ്റ് ചെയ്യുന്നവരോടോ ഒന്നുമല്ല. ഇപ്പോഴും ചേച്ചി എന്താണ് സംഭവം, ചേച്ചി ഞങ്ങൾക്ക് ചേച്ചീനെ വിശ്വാസമാണ്, ചേച്ചീൻ്റെ ഭാഗത്ത് എന്തുകൊണ്ട് ചേച്ചി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് എന്നെ വിശ്വസിച്ചും എന്നെ സ്നേഹിച്ചും കൂടെ നിൽക്കുന്ന വളരെ ചുരുക്കം കുറച്ച് പേരോടും പിന്നെ എൻ്റെ ഫാമിലി, അതായത് എൻ്റെ അച്ഛനും അമ്മേൻ്റെയും നിർദ്ദേശപ്രകാരവുമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞേക്കുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യരുത്, ഇനി നിൻ്റെ ഭാഗത്തു നിന്ന് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇടരുത്, നീ സൈലൻ്റ് ആയിരിക്കണം, നീ നോർമൽ ലൈഫിൽ വീഡിയോസൊക്കെ ചെയ്തു പോകണം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പക്ഷേ ഈ പറയുന്നതും കേൾക്കുന്നതും അറിയുന്നതൊക്കെ വെച്ചിട്ട് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അതല്ല സത്യം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ബിൽഡ് ചെയ്ത എൻ്റെ ഈ ഒരു ഫെയിം, അല്ലെങ്കിൽ ഞാൻ വലിയ പുള്ളിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ബിൽഡ് ചെയ്ത ഒരു 300K ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഈ 113K ഫോളോവേഴ്സ് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഞാൻ ബിൽഡ് ചെയ്തത് ഈ വിസ തട്ടിപ്പിച്ചിട്ടോ ആ പൈസ കൊണ്ടോ അല്ല. ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഉറക്കം ഒഴിച്ചിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കോണ്ടൻറ്റ് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കിയത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അതാണ് ഇതാണ് എന്തൊക്കെയാണ് ഓരോ വീഡിയോസിൽ പറയുന്നത്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വീഡിയോസ് പുറത്തു വരുന്നു, ഇത്രയും കാര്യങ്ങൾ പുറത്തു വരുന്നു, അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല അതാണെന്നറിയാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ഫേസിൽ നോക്കി ഒരാൾ പ്രതികരിക്കുമ്പോഴും നമ്മൾ അത് ഫേസ് ചെയ്യുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയും അത് ഫേസ് ചെയ്യുമ്പോഴും സഹിക്കാൻ പറ്റാത്ത ഒരുപാട് സങ്കടമുണ്ട്. അപ്പം ഒരിക്കലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യരുത്, ഇതിനെതിരെ വീഡിയോ ഇടരുത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ ആൾക്കാർ, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വീഡിയോ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നി. അപ്പം വീഡിയോ മൊത്തത്തിലിരുന്ന് കണ്ട കുറച്ച് പേർക്കെങ്കിലും കാര്യം എന്താണെന്ന് മനസ്സിലാവും. പിന്നെ ഇത് ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്നോ ഒരു കുറ്റസമ്മതമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഴുകലല്ല. എൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ വിശ്വസിക്കുന്നവരടുത്തും എന്നെ സ്നേഹിക്കുന്നവരോടും പിന്നെ അവരോട് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത്. എനിക്കറിയാം ഒബ്വിയസ്ലി ഞാനൊരു വീഡിയോ ഇതിനെതിരെ ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വെച്ചിട്ട് അടുത്ത വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവർക്കും സ്വാഗതം. ബിക്കോസ് ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് കിട്ടാനില്ല. ഒരു വ്യക്തിക്ക് ഒരാൾക്ക് ഇതിൽ കൂടുതലൊന്നും ഇനി കിട്ടാനില്ല. അത്രയും ഞാൻ പബ്ലിക്കിൻ്റെയൊന്നും വേറെയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വന്നാലും എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതെൻ്റെ ഒരു എന്താണ് കാര്യം. പിന്നെ കുറച്ച് 2-3 വീഡിയോ, ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും കാണാറില്ല. എനിക്ക് അമ്മയോടും അച്ഛനോടും ഞാൻ പറയും വീഡിയോസ് ഒന്നും കാണരുത്, നമുക്ക് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്, ഇത് കുറച്ച് കഴിഞ്ഞ് അങ്ങ് പൊക്കോളും, കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കുറച്ച് പേര് അയച്ചു തരുന്നതും തമ്പ്ലൈനൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ 1-2 വീഡിയോസ് മാത്രം അങ്ങനെ നമ്മൾ കയറി കണ്ടു. ആ കണ്ടുപോയതിൽ നിന്നും സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യണം തോന്നി. അതിനെക്കുറിച്ചും പറയാനുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് UK എക്സ്പ്രസ്സിലെ ബ്ലെസൻ എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവ് ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ മൊത്തം കണ്ടിട്ടേ ഇല്ല. പക്ഷേ അമ്മ അടുത്തിരുന്ന് എന്തോ നോക്കുന്ന സമയത്ത് എനിക്ക് 2-3 സെൻറ്റൻസ് എൻ്റെ കാതിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥയും തെളിവുമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ നോക്കുന്നത്. അപ്പം പോവാം. സോ വീണ്ടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, എന്താണ് പ്രശ്നം, എന്തായിരുന്നു പ്രശ്നം?
ഞാൻ ഓൾറെഡി നടന്ന കാര്യം നടന്നതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന് മുന്നിൽ ഞാൻ എന്താണ് സംഭവം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കാര്യം പോലും ഞാൻ അതിൽ കള്ളം പറഞ്ഞിട്ടില്ല. ഈ വരുന്ന വോയിസും ഈ വരുന്ന ചാറ്റും സ്ക്രീനും ഒക്കെ പറയുന്നതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് ഞാൻ എൻ്റെ ഭാഗം എന്താണെന്നുള്ളത്, എൻ്റെ ഭാഗമല്ല എന്താണ് നടന്നതെന്നുള്ളത് ഒന്നും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞുതരാം. ആ ഒരു സമയത്ത് എൻ്റെ തെറ്റ് തന്നെയാണ്, ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെ ആയിരുന്നു. ഏതോ ഒരു പൊട്ട ബുദ്ധിയിൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു വിസാൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റോയിൽ തന്നെ ഇങ്ങനെ അമലിൻ്റെ ഇത്തിരി വിസ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. ഇത് റിലേറ്റഡ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്താണ് UK എക്സ്പ്രസ്സിലെ ബ്ലസൻ എന്ന് പറയുന്ന ആൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അയാളുടെ കയ്യിൽ 20 ക്ലയൻസ് ഉണ്ട്. ഈ ഒരു സെയിം സാധനമാണ് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിലും പറഞ്ഞേക്കുന്നത്. ഒരു കള്ളത്തരവും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അയാളിൽ 20 ക്ലയൻസ് ഉണ്ട്, ഓക്കെ 20 ക്ലയൻസ് ഉണ്ട്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ അമലിനോട് പറയുക, അമലിനോട് പറയുന്ന കാര്യങ്ങൾ ഇയാളോട് പറയുക. ഇതേ സെയിം കാര്യം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അതെൻ്റെ തെറ്റ് തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയുവാണ്, അതെൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഫസ്റ്റായിട്ട് UK വരുന്ന സമയത്ത് സെറ്റിലാവണം, ഓക്കെ ഫൈൻ, ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം എനിക്കിതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ വഴി ഒരാൾ വരുവാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം നിന്നത്. ഒരിക്കലും ഞാൻ കള്ളം പറയുന്നില്ല, എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറയുന്ന കാര്യത്തിലാണ് നിന്നത്. ഇതിനിടയിൽ ബ്ലസൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അമൽ ബ്ലസനോട് പറഞ്ഞിരുന്നു ഒരാൾക്ക് 2 ലക്ഷം രൂപ വച്ചിട്ടാണ് നീരജയ്ക്ക് കമ്മീഷൻ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സാധനം ഇല്ലേ ഇല്ല. എനിക്ക് എത്ര രൂപയാണ് കമ്മീഷൻ എന്നോ എനിക്ക് എത്ര രൂപയാണ് അവൻ തരുന്നതെന്നോ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരുന്നത് ഇത്രയും വിസ സക്സസ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലാഭം നിനക്ക് തരാം. ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് എന്താണ് തരുന്നത്, എത്രയാണ് തരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. ഈ ഒരു സമയത്ത് ബ്ലസൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നു, ഇത്ര ക്ലയൻസ് ഉണ്ടെന്ന് പറയുന്നു. ബ്ലസൻ എനിക്ക് അവരുടെ പ്രൊഫൈൽ അയച്ചു തരുന്നു. ഈ പ്രൊഫൈൽ ഞാൻ അമലിന് അയച്ചു കൊടുക്കുന്നു. അമൽ എനിക്ക് കുറേ കാര്യങ്ങൾ അയച്ചു തരുന്നു. അമൽ എനിക്ക് എന്താണോ പറയുന്നത് ഇത് ഞാൻ അതാണ് ഡയറക്റ്റായിട്ടാണ് ബ്ലസനോട് പറയുന്നത്. സോ ബ്ലസൻ എന്ത് പറയുന്നു അത് അമലിനോട് പറയാം. പിന്നെ നിങ്ങൾ കുറേ വോയിസ് കേട്ടു, കുറേ ചാറ്റ് കണ്ടു. ഈ സാധനങ്ങളെല്ലാം പൈസ ചോദിക്കുന്നതും ലിക്വിഡായിട്ട് പൈസ വേണം എന്ന് പറയുന്ന ചാറ്റെല്ലാം അമൽ എനിക്ക് അയക്കുന്ന സാധനം സെയിം ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചാറ്റ് ബ്ലസൻ അയക്കുന്നത്. പിന്നെ അമലിന്റെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അമ്മോ, നാളെ ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് തരാനുള്ള ഉറപ്പുണ്ടോ? ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഉറപ്പാണെന്നുണ്ടെങ്കിൽ ടൈം പറ, എക്സാക്ട് ടൈം പറ, അതിനപ്പുറത്തേക്ക് മാറരുത്. ഇതുപോലെ കുറേ ഇത്ര രൂപ വേണം, ഇത്ര രൂപയാണ് അയക്കേണ്ടത്, ഇങ്ങനെ ഇത്ര രൂപ, ഞാൻ അതിൻ്റെ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത്ര രൂപയാണ് അയക്കേണ്ടത്, ഇത്ര രൂപയാണ് അയക്കേണ്ടതെന്ന് അമൽ പറയുന്ന നിർദ്ദേശപ്രകാരമാണ് ഞാൻ UK എക്സ്പ്രസ്സിന് മെസ്സേജ് അയക്കുന്നത്. UK എക്സ്പ്രസ് പറയുന്ന അതേ സെയിം സാധനം ഞാൻ അമലിനോടും ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ചെയ്തു പോയി. അതെൻ്റെ തെറ്റാണ്, ഞാൻ ചെയ്തു പോയി. പക്ഷേ അമൽ എനിക്ക് COSൻ്റെ ഡ്രാഫ്റ്റ് തരുന്നു. ഈ ഡ്രാഫ്റ്റ് ഞാൻ ഈ ബ്ലസന് കൊടുക്കുന്നു. ഈ ബ്ലസൻ എന്ന് പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫയൽ ചേഞ്ച് ആക്കിയിട്ട് വീണ്ടും അയക്കുന്നു. വീണ്ടും ഞാൻ അമലിന് തിരിച്ചിടുന്നു. ഇത് ഫയൽ ചേഞ്ച് ആക്കിയാൽ അമൽ വഴക്ക് പറയുന്നു. ആ ഒരു അമൽ വഴക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ ചേഞ്ചാക്കിയ സമയത്ത് അമൽ എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫയൽ ചേഞ്ചാക്കി, കാരണം ഞാൻ ഇതിന് മുന്നിൽ വിസ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു കാര്യം എനിക്കറിയത്തില്ല. സോ ആ സമയത്ത് അമൽ എന്നോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ അമലിനോട് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കാം. ഞാൻ അവനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നോക്കട്ടെ, ഞാൻ അമലിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതിൽ, ഞാൻ ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കിത് എങ്ങനെയാണെന്നോ ഇത് നിങ്ങൾ പറയുന്നത് എന്താണെന്നോ അയാൾ പറയുന്നത് എന്താണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിതിൻ്റെ ഇടയിൽ ഇനി നിൽക്കാൻ പറ്റുന്നില്ല, ഇതോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞാണ് ഞാൻ അമലിനോട് ഇത് പറയുന്നത്. ഇത് കഴിഞ്ഞ്
ഡ്രാഫ്റ്റ് അയക്കുന്നു, ഡ്രാഫ്റ്റ് ഈ ബ്ലസൻ അയച്ചു കൊടുക്കുന്നു, ബ്ലസൻ ഡ്രാഫ്റ്റ് തിരിച്ചയച്ചിട്ട് ഓക്കെ ഇത് ചിലത് ഫേക്കാണ്. അപ്പോൾ ഞാൻ ഫേക്കാണെന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഇവർ ഫേക്കാവെന്ന് പറയുന്ന സമയത്തും എനിക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതിൻ്റെ കാര്യം എന്താണ്, കാരണം ഞാൻ മീഡിയേറ്ററായിട്ട് നിന്ന് പോയി. അപ്പോൾ അതിന് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കലവില കാര്യങ്ങൾ നടക്കുവാണ്. അപ്പോൾ ഇവർ ഓൾറെഡി 48 lakhs സംതിങ് രൂപ ഞാൻ അതായത് ഇയാൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അമൽദേവിൻ്റെ അക്കൗണ്ട് അയച്ചു കൊടുത്തിട്ട് 48 lakhs സംതിങ് അയച്ചു കൊടുത്തിട്ടുണ്ട് അമലിന്. അതും ഡയറക്റ്റ് അക്കൗണ്ട് ത്രൂ ആണ് കൊടുത്തത്. അതിനുശേഷം അമൽ പറയുന്നുണ്ട് COS നാളെ എടുത്തേരാം, ഫണ്ട് റെഡിയാക്കി വെച്ചോളാൻ പറയാൻ. അപ്പം ഞാൻ അതിവിടെ പറയുന്നുണ്ട് COS അവർ നാളെ എടുത്തൊരു ഫണ്ട് റെഡി. ഈ വോയിസ് മെസ്സേജൊക്കെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഈ ഫണ്ട് നാളെ കൊടുക്കാം, ഫണ്ട് റെഡിയാക്കി വെച്ചേക്കൂ എന്ന് പറയുന്ന സമയത്ത് അവർ ഫണ്ട് റെഡിയാക്കി വെച്ച് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫണ്ട് കൊണ്ട് കൊടുക്കുന്നില്ല. ഈ 48 lakhsന് ശേഷം ഒരു ട്രാൻസാക്ഷനും ഞാൻ ത്രൂ നടന്നിട്ടില്ല. ഞാൻ ത്രൂ നടന്നിട്ടുള്ളത് 48 lakhs അക്കൗണ്ടിലോട്ട്, അതായത് അമലിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ഫണ്ട് ചേട്ടൻ നാളെ റെഡിയാക്കി വെക്കണം, നാളെ COS. അപ്പോൾ നാളെ വിളിക്കുമ്പോഴത്തേക്ക് അമൽ ഇന്ന് പോകാൻ പറ്റില്ല, ഇന്ന് വേറെ കെയർ ഹോമിൽ പോവുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള, ഭയങ്കര ടെൻഷനേറിയ, ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഈ നാട്ടിൽ നിന്ന് UK എക്സ്പ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ക്ലയൻറ്റ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇത്രയും ദിവസമായി COS കിട്ടിയില്ല, ഇത്രയും ദിവസമായി COS കിട്ടില്ലാന്ന്. അപ്പോൾ ഞാൻ അമലിനും പ്രഷർ കൊടുക്കുന്നുണ്ട്, ഇത്രയും ദിവസമായി COS കിട്ടിയില്ല, എന്താണ് COS കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ അമലിനെ പ്രഷർ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അവസാനമായിട്ട്, അതായത് ജൂൺ 28 2023 അമൽ പറയുന്നുണ്ട്, ജൂൺ 29 നാളെ ഞങ്ങളൊരു കെയർ ഹോമിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് COS എടുത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതേ സെയിം സാധനം ഞാൻ ഈ ബ്ലസനോടും പറയുന്നുണ്ട്, ചേട്ടാ നാളെ അവർ ഹോമിൽ പോയിട്ട് COS എടുത്തതിന്, അപ്പോൾ നാളെ അവർക്ക് കൊടുക്കാനുള്ള ഫണ്ടൊക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചു. ഇതിൽ ഒരിടത്തും നിങ്ങൾ കേട്ടിട്ടുള്ള വോയിസിലാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ടിലാണെങ്കിലും ഇതിൽ ഒരിടത്തും ചേട്ടാ എനിക്ക് ഫണ്ട് തരണം, എൻ്റെ അക്കൗണ്ടിലോട്ട് അയക്കണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ചേട്ടാ നിങ്ങൾ അവർക്ക് കൊടുക്കണം, അവരുടെ അക്കൗണ്ടിലോട്ട് അയക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെൻ്റെ തെറ്റ് തന്നെയാണ്. ശരി, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. അതിനുശേഷം ഈ ഒരു സംഭവം വരുന്ന ടൈമിലാണ് നാളെ അതായത് ജൂൺ 29 രാവിലെ മുതൽ ഞങ്ങളൊക്കെ COSന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇവർ ഫണ്ടും റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇവർ ഫണ്ട് റെഡിയാക്കി വെച്ച് ബാക്കി, അതായത് ഈ 48 ലക്ഷം രൂപയുടെ ശേഷമുള്ള ബാക്കി ഈ 1,20,00,000 രൂപ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഫണ്ട് ഇവർ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. ഈ അമലെന്ന് പറയുന്ന വ്യക്തി പോയിട്ട് പെട്ടെന്ന് ഞങ്ങൾക്കൊരു കോൾ വരുന്നു. അത് കെയർ ഹോം, നമ്മൾ കെയർ ഹോമിൽ പോയി, പക്ഷേ അത് കെയർ ഹോം അല്ല, അത് വേറൊരു ഹോമാണ്. കെയർ ഹോമിൽ തന്നെ പല ഹോമും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് COS കിട്ടിയാൽ അത് ചിലപ്പോൾ അത് നല്ലതായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അമൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു. ഈ മെസ്സേജ് ഞാൻ ബ്ലസനോട് പറയുവാണ്, ചേട്ടാ ഇങ്ങനെയാണ് കാര്യം, ഇത് COS കിട്ടത്തില്ല, ഇങ്ങനെയാണ്. ആ ഒരു സമയത്ത് ബ്ലസൻ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു വെച്ചാൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു മാസം കൊണ്ട് നമ്മൾ ഈ ഒരു വിസ ഫീൽഡിൽ നിൽക്കുന്ന, മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ ടെൻഷനും പ്രഷറും അനുഭവിക്കുന്നുണ്ട്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. ഞാൻ അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ബ്ലസൻ ആ വീഡിയോയിൽ പറയുന്നു ഞാൻ ഒഴിഞ്ഞു മാറി നിന്നു എന്ന്. ഞാൻ അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഫണ്ട് റീഫണ്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഫണ്ട് റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവർ കൊടുത്ത 48 ലക്ഷം രൂപ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പരസ്പരം ഡീലിങ്സോ ടേംസോ കണ്ടീഷനോ ഒന്നുമില്ല, അങ്ങ് മാറുവാണ് എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ. ആ ഒരു സമയത്ത് ഞാനിവിടെ ഞാൻ മറ്റേ വീഡിയോയിലും ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്, ചാറ്റ് കൊടുത്തേക്കാം. ഞാൻ പറയുവാണ്, ചേട്ടാ അവർ ഫണ്ട് റീഫണ്ട് തരും. അമലിനോട് ചോദിച്ചപ്പോൾ അമൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ ബ്ലസനോടും പറഞ്ഞു, ചേട്ടാ ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവർ ഫണ്ട് റീഫണ്ട് തരും. ആ ഒരു ജൂൺ 29 ശേഷം അമലിനോടോ ബ്ലസനോടോ ഞാൻ ഒരു ചാറ്റും ചെയ്തിട്ടില്ല. അതിൻ്റെ തെളിവും ഞാൻ നിങ്ങൾക്കിവിടെ കൊടുക്കുവാണ്. ജൂൺ 29 ശേഷം ഞാൻ അമലിൻ്റെ ചാറ്റാണ് ഇവിടെ കാണിക്കുന്നത്, ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തേക്കാം. ജൂൺ 29 എടാ എന്തായി, റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞേക്ക്. ഓക്കെ വേണം, ഞാൻ പറയുന്നു വേണം, റീഫണ്ട് എപ്പോൾ കൊടുക്കും? അവൻ പറഞ്ഞു ഈവനിങ് 5 മണിക്ക്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഓക്കെ. അടുത്ത ഞാൻ ബ്ലസനോട് ഞാൻ ഇവിടെ ചാറ്റ് കൊടുത്തേക്കാം, ചേട്ടാ ഇന്ന് റീഫണ്ട് തരും,
ഇന്ന് റീഫണ്ട് തരുവാണ്. ഓക്കെ, ശരി, ഫൈൻ. അതിനുശേഷം ജൂൺ 30 ഞാൻ എൻ്റെ അമ്മലോട് ചോദിച്ചിട്ടുണ്ട്, എടാ എന്തായി എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മലിനെ ഒരു കോള് വിളിച്ചിട്ടുണ്ട്. അതായത് അവർ ഫണ്ട് തിരിച്ചു കൊടുത്തോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അമ്മലിനെ ഞാൻ വിളിച്ച സമയത്ത് ശരി ഫണ്ട് കൊടുത്തു എന്നാണ് അമ്മൽ എന്നോട് പറഞ്ഞത്. സോ ആ സമയത്ത് എനിക്കത് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഫണ്ട് റീഫണ്ട് വന്നോ ഇല്ലയോ എന്ന് ഞാൻ ബ്ലസ്സനോട് കൺഫേം ചെയ്തില്ല. അത് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ തെറ്റാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അത് വീണ്ടും ഡയറക്റ്റായിട്ട് ഇനി കോണ്ടാക്ട് ചെയ്ത് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് പോകണ്ട, ഇങ്ങനെ ഒരു തലവേദന പിടിച്ച കേസ് ഹാൻഡിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഹാൻഡിൽ ചെയ്യാണ്ടിരിക്കുന്നതാണ്, ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ ഒരു രീതിയിൽ ഞാൻ അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഫണ്ട് അയച്ചു കൊടുത്ത് വീണ്ടും അമൽ COS എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലസ്സൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് 2 മാസം ചുമ്മയൊന്നും നീരജ് ഇതിനകത്ത് നിൽക്കത്തില്ലല്ലോ, അപ്പോൾ അമൽ എന്തെങ്കിലും ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന്. അതിനുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ ഒരു COS എടുത്ത് കൊടുത്തതിന് ശേഷം ഇവർ ഈ 48 ലക്ഷം രൂപയ്ക്ക് ശേഷം കൊടുക്കുന്ന പൈസയുടെ കണക്ക് എനിക്കറിയില്ല. അതിനുശേഷം അമൽ കൊടുത്ത COSൻ്റെ കണക്കും എനിക്കറിയില്ല. ഞാൻ ത്രൂ ഒരു COS പോലും അവർക്ക് പോയിട്ടില്ല, ഞാൻ കൊടുത്തിട്ടില്ല. ആൾക്കാരെ പറ്റിച്ച് വെട്ടിച്ചൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് മാർഗമുണ്ട്. ഞാൻ ഒരു ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ ചേച്ചീൻ്റെ 4 വയസ്സായ പൊടി കൊച്ചുൾപ്പെടെ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരാളാണ്. തട്ടിപ്പും വെട്ടിപ്പും ആണ് മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എന്നെ ഒഴിച്ച് എൻ്റെ ഫാമിലീനെ മീഡിയൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് ഷോ ഓഫ് കാണിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല. അതിന് ശേഷമാണ് ഒരു മാസം, അതായത് ജൂൺ 29 2023 ശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് കോൾസ് വരുന്നത്. ഇങ്ങനെ ഒരാൾക്ക് ബാൻ കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി എന്ന് പറഞ്ഞ് കോൾസ് വരുന്നത്. ആ സമയത്താണ് ഞാൻ അടുത്ത മെസ്സേജ് അമലിന് അയക്കുന്നത്. ഓഗസ്റ്റ് 1 ഇത്രയും മെസ്സേജ് എനിക്ക് ബ്ലസ്സൻ്റെ കയ്യിൽ നിന്ന്, അതായത് അതിന് മുന്നിലോ അതിന് ആ ഒരു ജൂൺ 29 മുതൽ ഓഗസ്റ്റ് വന്നവരെ ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും നടന്നിട്ടില്ല. ആ ഒരു സമയത്താണ് ഞാൻ ഈ അമലിന് ഇത്രയും മെസ്സേജ് അയക്കുന്നത്, എന്താണ് സംഭവം, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, ഇങ്ങനെയൊക്കെ. ആ ഒരു സമയത്ത് ഞാൻ അവനെ വിളിച്ച്, അതായത് ഈ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ അമലിനെ വിളിച്ച് സംസാരിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ മറ്റേ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുണ്ട് ഞാൻ അമലിനെ വിളിച്ച് സംസാരിക്കുന്നത്. അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് അവർ ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഡയറക്റ്റ് അയച്ചു കൊടുത്തു. ഹോമിലേക്ക് പോയപ്പോൾ അത് എന്തോ കെയർ ഹോം അല്ല, വേറെ ഹോമാണ്. സോ അവര് ഈ ഒരു ഡീൽ അവിടെ വെച്ചിട്ടു. ഇത് ഞാൻ ഇപ്പോഴോ മുന്നിലെയോ 1 വർഷം മുന്നിലെയോ ഒന്നും അമലിനോട് സംസാരിക്കുന്നതല്ല. ഏകദേശം ജൂൺ 29 ശേഷം ഈ ഒരു പ്രശ്നം നടന്ന് ഫസ്റ്റ് ഒരു കുട്ടിക്ക് ബാൻ കിട്ടിയെന്ന് അറിഞ്ഞ ആ ഒരു സ്പോട്ടിൽ ഞാൻ അമലിനെ വിളിക്കുന്നതാണ്. ഞാൻ വിളിക്കുന്ന സമയത്ത് അമൽ നാട്ടിൽ ഈ ബ്ലസ്സൻ പറഞ്ഞതുപോലെ അവരുടെ അടുത്ത് ചെന്ന് സൈൻ ചെയ്യാൻ എന്തോ നാട്ടിൽ ഫണ്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു കേട്ടോ. സോ അവർക്ക് റീഫണ്ട് കൊടുക്കാൻ പോകുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു റീഫണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു എന്തോ 48 lakhs സംതിങ്. അതായത് ഫസ്റ്റ് അവരെല്ലാവർക്കും 1 lakh വെച്ച് അഡ്വാൻസ് തന്നു, സെക്കൻഡ് അവരെല്ലാവർക്കും 5 lakhs വെച്ച് തന്നു. അറൗണ്ട് ഒരാൾക്ക് 6 lakh വെച്ചാണ് തന്നേക്കുന്നത്. സോ ഞാൻ എപ്പോൾ റീഫണ്ട് കൊടുക്കും ചോദിച്ചപ്പോൾ നീ പറഞ്ഞു 5 o'clock കൊടുക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് നീ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു. കേട്ടല്ലോ, ഇതിൽ വ്യക്തമാണ്. ഞാൻ രണ്ടാമത് അടുത്ത ദിവസം വിളിച്ച് ചോദിച്ച സമയത്ത് അമൽ എന്നോട് ഫുൾ റീഫണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 1 രൂപ പോലും ഇല്ല, ഫുള്ള് റീഫണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അതായത് 48 സംതിങ് റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം അവരെന്തെങ്കിലും എമൗണ്ട് തന്നു. അതിന്റെ ശേഷം പിന്നെ എനിക്ക് തന്നിട്ടില്ല. അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് അവര് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, അവരുടെ വേറെ ഫയലിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ എമൗണ്ട് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അയച്ചു കൊടുത്തത് അമലിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഇതിൽ എനിക്കൊരു ബന്ധവുമില്ല. അതിൽ ബ്ലസ്സൻ പറഞ്ഞേക്കുന്നത് നീരജയ്ക്ക് ഫസ്റ്റ് അയച്ചു തന്ന 8 കാൻഡിഡേറ്റ്സിൻ്റെ ഫയൽ തന്നെയാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തതെന്ന് ആണ്. അത് സത്യം തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ആ തന്ന 8 കാൻഡിഡേറ്റ്സിൻ്റെ ഫയൽ 48 ലക്ഷം രൂപ റീഫണ്ട് അയക്കുന്നതോടെ ആ ക്ലോസ് അവിടെ കഴിഞ്ഞു. ഇത്രയും വിശ്വസിക്കുക, അതായത് 3-4 തവണ COS തരാം എന്ന് പറഞ്ഞ് അമൽ ഞങ്ങളെ ഇങ്ങനെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും വിശ്വസിച്ച് എന്തിനാണ് ബ്ലസ്സൻ എന്ന് പറയുന്ന ആൾ ഇത്രയും രൂപ അവൻ അയച്ചു കൊടുത്തത്? ഒരു വാക്കുപോലും എന്നോട് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ബാക്കി പൈസ അയച്ചു കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഞാൻ ഈ അമലിന് ഈ ഒരു വോയിസ് കേട്ടിട്ട് അതിന്റെ ബാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത്?
നീ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിലിപ്പോ ഞാന് ഇൻവോൾവ് ആയത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. ഞാൻ ആരെ ഇൻവോൾവ് ആക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്ന. ഇപ്പം ആ ഒരു റീഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞു. റീഫണ്ട് കൊടുത്തതിന് ശേഷം, അതായത് ജൂൺ 29 റീഫണ്ട് കൊടുക്കാൻ പറഞ്ഞു. റീഫണ്ട് ഫുള്ളും കൊടുത്തു കഴിഞ്ഞു. അന്ന് ഞാൻ നിന്നെ വിളിച്ചു പോയപ്പോ നീ ഫുള്ളും റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അവർക്ക് ആരാണ് ആമിനിക്കൊക്കെ COS കൊടുത്തത്? നിനക്ക് ഇതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഞാൻ അറിയാതെയാണ് നിങ്ങൾ ഇത് ഡീല് ചെയ്തത്. ഞാൻ അറിയാതെ നിങ്ങൾ ഡീല്. വീണ്ടും അതിൽ വ്യക്തമായിട്ട് പറയണം. അമല് പറയുന്നുണ്ട് ഞാൻ അറിയാതെ തന്നെയാണ് ഇത് ഡീല് ചെയ്തേക്കുന്നത്. കാരണം ഇവർ പൈസ കൊടുത്ത കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. COS കൊടുത്ത കാര്യം ഒന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ബ്ലസൻ ചേട്ടൻ നിന്നെ നേരിട്ടാണോ വിളിച്ച് ചോദിച്ച COSന്റെ കാര്യം? അതായത് UK എക്സ്പ്രസ് ചേച്ചി പോകണ്ട, കുറച്ചുകൂടി മതി. അതായത് ഈ ഒരു ജൂൺ 29 ശേഷം റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അടുത്ത നിങ്ങൾ വേറെ എന്തെങ്കിലും ഡീൽ വെച്ചായിരുന്നു? വേറെ കംപ്ലീറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം നിങ്ങൾ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടാണ് നീയാണ് അവർക്ക് COS എടുത്തു കൊടുത്തത്? കിഷോർ ത്രൂ ആണ് എടുത്തു കൊടുത്തത്. അന്ന് അവരിവിടെ വന്ന് സംസാരിച്ചതാണ്, ഞാനും അബിയും കിഷോറും എല്ലാരും കൂടി. കേട്ടല്ലോ. ബ്ലസൻ എന്ന് പറയുന്ന ഒരാള് റീഫണ്ട് അയച്ചു കൊടുത്ത സമയത്ത് അയാൾക്ക് റീഫണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്നോട് ഞാൻ ത്രൂ പോയ പൈസ ഇപ്പോൾ എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ, നീരജ ത്രൂ ആണ് പൈസ പോയത്, നീരജ ത്രൂ ആണ് പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിലും അത് അറിയിക്കേണ്ടത് നീരജയാണ്. അത് എന്നെ അറിയിക്കാണ്ട് രണ്ടാമത് ഡയറക്റ്റായിട്ട് അമലിനെ കോണ്ടാക്ട് ചെയ്ത് ഈ ഒരു ഫണ്ട് അയച്ചു കൊടുത്തു. അമല് COS അമല് വേറൊരു അമല് പറയുന്നത് ഇത് അമലും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അമൽ എവിടെ ഇരുന്ന് കേൾക്കുവാണെങ്കിലും അമലിൻ്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിലും അമൽ ഇത് കൊണ്ടുവരണം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റും. അപ്പോൾ അത് എൻ്റെ ആവശ്യം കൂടിയാണ്. അതെ, പിന്നെ അമൽ എവിടെ ഇരിക്കുവാണെങ്കിലും അമലിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് അമൽ വിചാരിക്കരുത്. അമലിനെ കണ്ടുപിടിച്ചിരിക്കും. അമൽ ഇത് നിയമത്തിൻ്റെ മുന്നിൽ ഇത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ അത് എൻ്റെ ആവശ്യം കൂടിയാണ്. ഇപ്പോൾ എല്ലാവരുടെ മുന്നിലും കള്ളിയായിരിക്കുന്നത്, നാട്ടുകാരുടെ പൈസ പറ്റിച്ച് ജീവിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തി ഇപ്പം ഞാനാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. പിന്നെ ഇപ്പോഴും അമൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അമൽ കിഷോറിന് ഏതോ കിഷോറിന് പൈസ, ഏത് കിഷോറെന്നൊന്നും എനിക്കറിയത്തില്ല, കിഷോറിന് പൈസ കൊടുത്ത് കിഷോറാണ് ഫേക്ക് COS എടുത്ത് കൊടുത്തത്. അവരുടെ ഉദ്ദേശം ഫസ്റ്റ് ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കേണ്ടി വരും എന്നായിരുന്നു. പക്ഷേ രണ്ടാമത് ഞാൻ അറിയാണ്ട് ഡീല് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരത്തില്ലല്ലോ. സോ അത് ഞാൻ അറിഞ്ഞിട്ടുമില്ല. പിന്നെ ഇവിടെ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു തവണ COS എടുത്ത് തരാമെന്ന് പറഞ്ഞ് പറ്റിയില്ല അമലിന്, രണ്ടാമത്തെ തവണ COS എടുത്ത് തരാമെന്ന് പറ്റിയില്ല അമലിന്, മൂന്നാമത്തെ തവണ കെയർ ഹോമിൽ പോയിട്ടും COS എടുത്ത് തരാൻ പറ്റാത്ത സമയത്താണ് എനിക്കിനി ഇതിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നത്. സോ അതേ സെയിം സാധനം ബ്ലസന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറണമായിരുന്നു. കംപ്ലീറ്റ് ആവാത്ത ഫയൽ കംപ്ലീറ്റ് ആക്കി തരണം എന്ന് പറഞ്ഞ് ഇതേ സെയിം ആൾക്ക് ബാക്കി പൈസ കൊണ്ടു കൊടുത്ത് COS വാങ്ങുകയല്ല ആ ബ്ലസൻ എന്ന് പറഞ്ഞ ആൾ ചെയ്യേണ്ടത്. അയാൾ ബ്ലസനോട് ചാറ്റിൽ ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ ഇനി ഞാൻ ഇതിലില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ ആ ഒരു സമയത്ത് ബ്ലസൻ എന്നെ കുറേ ചീത്തയും പറയുന്നുണ്ട്. പിന്നെ ഇതേ സെയിം റെക്കോർഡ് എനിക്ക് ബ്ലസനുമായിട്ട് സംസാരിച്ചതും ഞാൻ കേൾപ്പിച്ചു തരാം. ജൂൺ 29 പരിപാടി നടക്കില്ലെങ്കിൽ ഇന്ന് തന്നെ റീഫണ്ട് അയക്കണം എന്ന് ബ്ലസൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ അവർ റീഫണ്ട് അയച്ചു തരും. ബ്ലസൻ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞേക്കുന്നത് പരിപാടി നടക്കില്ലെങ്കിൽ 5 മണിക്ക് റീഫണ്ട് അയക്കണം എന്ന്. അങ്ങനെ പറഞ്ഞ ഒരാൾ ഈ ഒരു സംഭവത്തിന് ശേഷം എന്തിനാണ് അവന് ബാക്കി പൈസ കൊണ്ടു കൊടുത്തത്? എന്തുദ്ദേശത്തിലാണ് ബാക്കി പൈസ കൊണ്ടുകൊടുത്തത്? ഞാൻ ആ ഒരു സംഭവത്തിൽ അറിഞ്ഞിട്ടില്ല. പക്ഷേ ലാസ്റ്റ് പ്രശ്നം വന്ന സമയത്ത് നീരജ ത്രൂ പോയി 48 ലക്ഷം രൂപയും നീരജ അറിയാണ്ട് പോയ 1.5 കോടി രൂപേൻ്റെയും കടം ഫുള്ളും ഇപ്പം എൻ്റെ തലയിലാണ്. ആ ഒരു സമയത്ത് ബ്ലസൻ എന്നോട് സംസാരിക്കുന്നത്, അതായത് ജൂൺ 29 ഞാൻ ഈ പിന്മാറുന്നതിന് തൊട്ട് മുന്നേ പറയുന്നത് കേൾപ്പിച്ചുതരാം. ഇത്രയും ദിവസം പോസ്റ്റ് വന്നിട്ട് ലാസ്റ്റ് റീഫണ്ട് കഴിഞ്ഞ കാര്യം സോൾവ് ആകത്തില്ല കേട്ടോ. ഇനിയെങ്കിലും പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. എന്തുമാത്രം ഉറപ്പൊക്കെയായിരുന്നു തന്നിരുന്നേ. വോയിസൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി നിൽക്കരുത്. ആരുടെ അടുത്താണേലും ഒരു വാക്ക് പറയുന്നത് വാക്കായിരിക്കണം. പാലിക്കാൻ പറ്റത്തില്ല വാക്ക് പറയാൻ നിൽക്കരുത്. ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ. ഇനി വേറെ ഇടത്തിലും ഒന്നും പറയുന്നില്ലേ, ഇന്നത്തെ പരിപാടി ഇനിയും കാണിക്കാൻ നിൽക്കരുത്. പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. അപ്പം എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് അയാൾക്ക് ഉറപ്പായി. സോ അയാൾക്കും അമലിനെ കൊണ്ടും പറ്റത്തില്ലെന്ന് അയാൾക്ക് ഉറപ്പായി. ആ സമയത്ത് രണ്ടാമത് ഞാൻ അയക്കുന്ന മെസ്സേജ്, ഇല്ല ചേട്ടാ ഒരിക്കലും കൈവയ്ക്കരുതെന്ന് തീരുമാനിച്ച സംഭവമായിരുന്നു ഇത്. ഇനി ഇതിലോട്ട് ഞാനില്ല. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ തെറ്റിനും സോറി.
എനിക്ക് മുന്നോട്ടുള്ള ഈ ഒരു സംഭവം അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇയാൾക്ക് ഇങ്ങനൊരു മെസ്സേജ് അയക്കുന്നത്? അതിനുശേഷം നിങ്ങൾക്കിതിൽ വ്യക്തമായിട്ട് കാണാം, ബ്ലസൻ ഇപ്പോൾ ഫുൾ ലൈവിൽ നിൽക്കുമല്ലേ. ജൂൺ 29 ശേഷം ബ്ലസൻ അയക്കുന്ന മെസ്സേജ് August 1 അമൽ കൊടുത്ത COS ഫേക്ക് എന്നറിഞ്ഞ് ബാൻ കിട്ടിയതിന് ശേഷമാണ്. അപ്പം ഞാൻ അറിയാതെ പൈസ കൊടുത്ത് COS കിട്ടിയ ഒരു പ്രശ്നത്തിൻ്റെ പേര് എന്തിനാണ് എൻ്റെ തലയിൽ കൊണ്ടിടുന്നത്? എനിക്കതാണ് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, 48 ലക്ഷം രൂപ റീഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ അയാൾ അത് എന്നെ അറിയിക്കണമായിരുന്നു. അത് അമലിനോട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കി പൈസയും കൂടി അയച്ചു കൊടുത്ത് ഫേക്ക് COS എടുത്ത് കൊടുത്തിട്ട് അത് പ്രശ്നം വന്ന സമയത്ത് മാത്രം നീരജ അതിന് മുൻഗണന. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പിന്നെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ബ്ലസൻ പറഞ്ഞേക്കുന്നത് ഇവർ ഫണ്ട് അയച്ചു കൊടുത്തതിന് ശേഷം, മാവിഷും പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് അയച്ചു കൊടുത്തതിന് ശേഷം അവൾക്ക് ചിലപ്പോൾ അമൽ പൈസ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ 48 ലക്ഷം രൂപ വരെ എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിരിക്കും. ഇനി ഇതിന് ശേഷം ഞാൻ അറിയാതെ നടത്തിയ ഡീലിന് പൈസ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ തെളിയിച്ചു തരാം. പിന്നെ ഈ ഒരു ജൂൺ 29 ശേഷം ഈ ബ്ലസൻ്റെ ഭാഗത്ത് നിന്നും അമലിൻ്റെ ഭാഗത്തോട്ടും ഞാൻ അമലിന് ഞാൻ അടുത്ത ദിവസം മെസ്സേജ് അയച്ച് എന്തായി, റീഫണ്ട് കൊടുത്തു? അമൽ റീഫണ്ട് കൊടുത്തു. വിളിച്ചു സംസാരിക്കുന്ന സമയത്തും അമൽ പറഞ്ഞു റീഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അത് ഈ വോയിസിൽ നിങ്ങൾക്ക് വ്യക്തമാണ്. ഇതിന് ശേഷം പ്രശ്നം വരുന്നത് August 1 ഏതോ കുട്ടിക്ക് ബാൻ കിട്ടിയ സമയത്ത് ബ്ലസൻ എന്നെ വിളിച്ചിട്ട് താൻ ഇതിൽ മുൻഗണനയാണ്, താൻ ഇതിൽ നീയാണ് ഇതിൽ കാരണം, നീയാണ് നാട്ടുകാരുടെ പൈസ കൊണ്ട് ബുക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരുമാതിരി മണ്ടത്തിയെ പോലെ ഇതൊക്കെ കേട്ടിട്ട്, ചേട്ടാ ഞാനെന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ വഴി COS ഒന്നും പോയിട്ടില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന് വാദിക്കുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ അമൽദേവിനെ വിളിച്ചിട്ടുള്ള ആ വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ അമൽദേവിനെ വിളിച്ചിട്ടുള്ള സെയിം അറ്റ് ദ ടൈം ഞാൻ അടുത്ത ബ്ലസനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇങ്ങനെയല്ലേ സംഭവം, ഇങ്ങനെയല്ലേ നടന്നത്? അയാൾ എൻ്റെ വീട്ടുകാരെയും ചേർത്ത് പച്ചത്തെറിയാണ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ സമ്മതിക്കാണ്ട് പച്ചത്തെറിയാണ് സംസാരിച്ചുകൊണ്ട്. പിന്നെ നിങ്ങളെ എല്ലാവരും ഇത് നീരജ ലൈവിൽ വരാത്തത് പേടിച്ചിട്ടാണ്, ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് അയാൾ ഒരു പേടിയുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേർക്കും സംസാരിക്കാനുള്ളൊരു അവസരമുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം ബ്ലസനോട് അമലിനെ വിളിച്ച് കോള് കട്ട് ചെയ്ത നെക്സ്റ്റ് ടൈം തന്നെ ഞാൻ ബ്ലസനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസാണ് ഇത്. ഇതല്ല. ഹലോ ചേട്ടാ, പിന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടേ. ഞാനാണ് അമലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പം ഞാൻ വഴിയാണ് ഫസ്റ്റ് നമ്മൾ ഫയൽ മൂവ് ചെയ്തതും എല്ലാവർക്കും ഒരു 8 ലക്ഷം രൂപ വെച്ച് അഡ്വാൻസ് നമ്മൾ കൊടുത്തതും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് COS വേണം എന്ന് പറഞ്ഞു. അപ്പൊ COS ഇങ്ങനെ ഡ്രാഫ്റ്റ് എന്തോ തന്നപ്പോഴത്തേക്കും അതിൽ കെയറോമിന്റെ പേരില്ല. സോ അത് ഞങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റത്തെ ഒരു ഇഷ്യൂ ആണ് ഞാൻ പറയുന്നത്. അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ചേട്ടാ. ഇഷ്യൂ ചേട്ടൻ എല്ലാം കൂടി എന്റെ മണ്ടേ കൊണ്ട് ഇടരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഈ ഒരു എന്തോ ഫേക്ക് ഓഫർ ലെറ്റർ തന്നു. അതിനുശേഷം നമ്മൾ വിളിച്ച് അവരെ ഷൗട്ട് ചെയ്തു, കുറെ കാര്യങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം COS ഡ്രാഫ്റ്റ് തരാൻ ടൈമില് ചേട്ടൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു കെയറോമിന്റെ പേരില്ല, നമുക്ക് കെയറോമിന്റെ പേര് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വിളിച്ച് പ്രോബ്ലം ഉണ്ടാക്കി. അതിനുശേഷം അവർ പറഞ്ഞു കെയർ ഹോം ലാസ്റ്റ് ചെന്ന് ഞങ്ങൾ നേരിട്ട് ചെല്ലുവാണ്, അപ്പൊ അത് കെയർ ഹോം അല്ല വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ഈ ഡീൽ ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അഭിചേട്ടനും ആമലും അടുത്ത ദിവസം കെയർ ഹോമിലെത്തി. അതായത് ജൂൺ 29 അവർ കെയർ ഹോമിലെത്തി. അത് കെയർ ഹോം അല്ല, ഇതാണ് വേറെന്തോ കെയർ ഹോമിനെക്കാളും വേറെന്തോ സംഭവമാണ്. അതുകൊണ്ട് ഇവർക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത ദിവസം അതായത് ജൂൺ 30 5 ഉള്ളിൽ അവർ നിങ്ങൾ കൊടുത്ത, അതായത് ഒരു സ്റ്റുഡന്റിന് 8 ലക്ഷം അല്ല, ഒരു ആൾക്ക് 8 ലക്ഷം വെച്ച് 6 ലക്ഷം വെച്ച് കൊടുത്ത് 48 ലക്ഷം സംതിങ് രൂപ തിരിച്ചു തരണം എന്ന് ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ ഞാനത് അവർക്ക് മെസ്സേജ് അവർ 5 അടുത്ത ദിവസം 5 മണിക്കുള്ളിൽ തരാന്ന് പറഞ്ഞു. അടുത്ത ദിവസം അതായത് ജൂൺ 30 ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, അവര് റീഫണ്ട് ചെയ്തു. അത് ഞാൻ ചേട്ടാ അടുത്ത ഞാൻ ചേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോ ചേട്ടൻ ലാസ്റ്റ് അയച്ച 2 വോയിസ് മെസ്സേജില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇനി ഈ ഡീലുമായിട്ട് നീരജ ഇനി ഇങ്ങനെ പറ്റാത്ത പണിക്ക് പോവരുത്, ഇവിടം വെച്ച് നിർത്തിക്കോണം, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ചേട്ടൻ എന്നെ ഒത്തിരി പറഞ്ഞു. അപ്പൊ ഞാനും പറഞ്ഞു ചേട്ടാ ഞാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ടാണ് വെയിറ്റ് ചേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതുവരെ ഈ പണിക്ക് പോയിട്ടില്ല, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പണിയാണ്, എനിക്ക് അറിഞ്ഞൂടാത്തൊരു ജോലിയുമാണ്,
ഇനി ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകത്തില്ല, ഇനി എത്ര രൂപ ലാഭം ഉണ്ടെങ്കിലും എത്ര രൂപ ലാഭം ഇല്ലെങ്കിലും ഞാൻ ഇത് മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞപ്പോഴും ചേട്ടൻ എന്നെയും വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ചേട്ടൻ ലാസ്റ്റ് 2 വോയിസ് മെസ്സേജ് അയച്ചു. അതായത് ജൂൺ 30 നമ്മൾ തമ്മിലുള്ള ഡീൽ അവിടെ കഴിഞ്ഞു. അതിനുശേഷം ചേട്ടാ വെയിറ്റ് ഇല്ല ചേട്ടാ ഇല്ല എല്ലാ ഡീലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇല്ല ചേട്ടാ തിങ്കളാഴ്ച കഴിയാതിരിക്കോ. അതിനുശേഷം അമലുമായിട്ട് ഡീൽ വെച്ചത് നിങ്ങളാണ്. എല്ലാ മെസ്സേജും ഉണ്ട് ചേട്ടാ. നമ്മൾ തുടങ്ങിയ ഡീല് മുതൽ ചേട്ടാ അതെന്തോ ആയിക്കോട്ടെ, ചേട്ടാ ഫസ്റ്റ് തുടങ്ങിയ മെസ്സേജ് ആ ദിവസം മുതൽ ഇതിൽ ചിലവർക്കെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആ ദിവസം മുതൽ, അതായത് ജൂൺ 29 ഈ പ്രശ്നം, അതായത് ഞാൻ അവിടുന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഓഗസ്റ്റ് 1 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ആ കുട്ടിക്ക് ഫേക്ക് വിസ വരുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ പ്രശ്നമാകുന്നത്. ഫസ്റ്റ് ഞാൻ ഒന്നും അറിയാണ്ട് മണ്ടത്തെ പോലെ നിന്നിട്ട് ഞാൻ അമലിനെ വിളിച്ചു ചോദിക്കണം ഇതെന്താണ് പ്രശ്നം. ഞാൻ അറിയാണ്ട് 48 ലക്ഷം രൂപ അല്ലാണ്ട് വേറെയും പൈസ അയച്ചു. അന്ന് റീഫണ്ട് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ഹോൾഡ് ചെയ്യിപ്പിച്ചിട്ട് ബാക്കി പൈസ അയച്ചു കൊടുത്ത് അവർ COS എടുത്ത് കൊടുത്തു. അത് ഫേക്ക് COS ആയതിനാണ് എന്നെ ഇതിൽ കടന്ന് ഇടപെടുത്തിക്കുന്നത്. ആ സമയത്ത് ഞാൻ അമലിനെ വിളിച്ച് ചോദിച്ച ആ കാര്യം അറിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സെക്കൻഡിൽ ഞാൻ ബ്ലസനെ വിളിച്ച് 2023 ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ സംസാരിക്കുന്നതാണ്. അന്ന് മുതൽ അയാൾ പറയുന്നത് നീ യൂട്യൂബർ ആണോ ഇൻസ്റ്റഗ്രാമർ ആണോ എന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാം, നീ എനിക്ക് അയച്ച വോയിസ് മെസ്സേജും സ്ക്രീൻഷോട്ടും നീ അയച്ച മെസ്സേജും എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് തകർന്നും പബ്ലിക്കിന് മുന്നിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആരാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ഇത് ചെയ്തത്, ബ്ലസന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള അടുത്ത തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പം ഇതിൽ ഈ വോയിസിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കാം. യൂട്യൂബറോ ഇൻസ്റ്റാഗ്രാമറോ ഒന്നോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ സമയത്ത് എനിക്ക് അത്ര ഫോളോവേഴ്സ് പോലും ഇല്ല. അന്ന് മുതൽ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുതല് ഞാൻ അയാള് ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ല. അയാൾക്ക് നന്നായിട്ട് അറിയാം ഇയാള് ബാക്കി പൈസ അയച്ചു കൊടുത്ത കാര്യം എനിക്കറിയില്ലെന്ന്. എന്നിട്ട് റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ അത് എന്നെ അറിയിക്കാത്തതിന് പകരം ബാക്കി പൈസ അയാൾക്ക് അയച്ചു കൊടുത്തതിന് ശേഷം എന്നെ തെറി വിളിച്ചിട്ട് നീ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി ഞാൻ കാണിച്ചു തരാം, ഇനി നീ യൂട്യൂബർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ അയാൾ അന്ന് മുതൽ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. പൈസ ചേട്ടാ ഞാനാണോ പൈസ? ചേട്ടാ മര്യാദയ്ക്ക് സംസാരിക്കണം ചേട്ടാ, മര്യാദ. ഈ ഒരു ലാസ്റ്റ് എല്ലാ പ്രശ്നവും കൂടി എന്റെ മുന്നിൽ കൊണ്ടാക്കാൻ ചേട്ടാ ശ്രമിക്കരുത്. അല്ല ലാസ്റ്റ് ചേട്ടാ എല്ലാം കൂടി എന്റെ മുന്നിൽ കൊണ്ടുവെക്കുന്നത് അല്ല ഞാൻ എനിക്ക്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് അന്ന് മുതൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ അടുത്ത പ്രശ്നം, നീരജയ്ക്ക് ഇനി പൈസ കിട്ടിയോ എന്നതാണ് നമ്മൾ ഇനി അടുത്തറിയേണ്ടത്. ഓക്കെ, ഓഗസ്റ്റ് 1 അതായത് ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ അമലിന് തുരുതുരം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നത്തിൽ ഞാനും ഇൻവോൾവ് ആയിരുന്നു. ഒരു പ്രശ്നം അറിഞ്ഞ സമയത്ത് ഞാൻ അതിൽ നിന്ന് പിന്മാറിയെങ്കിലും അവർക്ക് റീഫണ്ട് അയച്ചു കൊടുത്ത് ഇത് നിർത്താൻ പറഞ്ഞെങ്കിലും അവരത് ചെയ്തില്ല. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് ഞാനത് തിരുത്തിയിട്ടുമുണ്ട്. ജൂൺ 29 അപ്പോൾ ഞാൻ ഇനി ഇതിലില്ല, എനിക്ക് ഇതുവഴി വരുന്ന പൈസയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അത് തിരുത്തിയിട്ടുമുണ്ട്. അതുപോലും അത് എനിക്ക് മനസ്സിലായ പോലും ഈ അവർക്ക് മനസ്സിലാവാണ്ട് ഇവർ ബാക്കി പ്രശ്നങ്ങൾ പൈസ അയച്ചു കൊടുത്ത് COS മേടിച്ച് സീനാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അമലിനെന്ന് വെച്ചാൽ ഇതിന് ഈ ഫണ്ട് തിരിച്ചടച്ചു കൊടുക്കേണ്ട എൻ്റെ കൂടെ ആവശ്യം അമലിനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട്. എവിടെയാണ് ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമലിനോട് ഞാൻ മെസ്സേജ് ചെയ്തേടാ ഒന്ന് വിളിക്കുക അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാനും അമലുമായിട്ട് ഈ ഒരു തുടക്ക സമയത്ത് അത് ജൂൺ 23 2023 ഓഗസ്റ്റ് 1 ഒക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ആ ഒരു സമയത്ത് ഞാനും അമലും തമ്മിൽ ചാറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അമലോട് പറയുവാണ് ഞാൻ ആവശ്യമില്ലാതെ ഒരു വർത്തമാനത്തിനും നിൽക്കുന്നില്ല. ഒന്നാമത് ഓൾറെഡി കുറേ പ്രഷറായിട്ട് ഇവിടെ നടക്കുവാണ്. പിന്നെ എല്ലാം എവിടെ കൊണ്ട് തീരുമെന്ന് എല്ലാം നീ ഇവിടെ കൊണ്ട് തീരുമെന്ന് വിചാരിക്കേണ്ട എല്ലാവരോടും. കാരണം ഒരു രീതിയിലും ഞാൻ ഇൻവോൾവ് അല്ലാത്ത പ്രശ്നത്തിലാണ് ഞാൻ ഇങ്ങനെ മരിച്ചു കിടന്ന് അനുഭവിക്കുന്നത്. ഇന്നലെ ബ്ലസൻ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് ബ്ലസൻ വിളിച്ച ആ സംഭവം ഞാൻ ഇവന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് ഇതും രണ്ടും ഒന്ന് കേട്ട് നോക്കും മനസ്സിലാവും അയാൾ എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അടുത്തത് ഞാൻ വീണ്ടും പറയുവാണ്, എൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം എൻ്റെ വീട്ടിലോ പ്രശ്നത്തിൽ പബ്ലിക്കിലോ മുന്നിൽ വരുവാണെങ്കിൽ നടക്കാൻ പോകുന്നത് വേറെ കാര്യങ്ങളായിരിക്കും. കാരണം അത്രയും ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതായത് ഈ 2023 എന്നിട്ട് ഞാൻ പറയുവാണ് ഇത് നീ വേറെ വെച്ച ഡീലാണ്. COS അയച്ചു കൊടുക്കുന്നത് ആലോചിക്കണമായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഇൻവോൾവ് അല്ലാത്ത പ്രശ്നത്തിന് ഞാൻ കിടന്ന് അനുഭവിക്കേണ്ട കാര്യമില്ല. ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഇവനോട് ചോദിക്കുന്നുണ്ട്, ഓൾ അമലെ നിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്,
നീ ഈ COS അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവൻ എനിക്ക് പൈസ വന്ന കാര്യം പറയുന്നത് എന്റെ അക്കൗണ്ടിൽ വന്നേക്കണ എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിനക്കിപ്പോ കാണിച്ചു തരാം എത്രയാണെന്ന്. അല്ലാണ്ട് മുഴുവൻ എമൗണ്ട് ഒന്നും എന്റെ അക്കൗണ്ടിലേക്കല്ല വന്നേക്കണത്. എന്താ ഈ പറയണത്? അടുത്ത ഞാൻ പറയുന്നുണ്ട്, ജൂൺ 29 ഇതിൽ ഞാൻ വെച്ച് അവസാനിപ്പിച്ചതാണ്. ജൂലൈ 13 നിങ്ങൾ അവർക്ക് COS കൊടുക്കുന്നത്. എല്ലാത്തിനും വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനുള്ളൂ. ജൂൺ 29 ഈ ഒരു സ്ക്രീൻ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കാം. ഞാൻ പറയാം എന്റെ അക്കൗണ്ടിലേക്ക് വന്ന എമൗണ്ടുകളൊന്നും ബ്ലസ്സിന്റെ UK എക്സ്പ്രസ് മറ്റേ അക്കൗണ്ടിൽ നിന്ന് വന്ന എമൗണ്ടുകൾ എത്ര ഞാൻ പറയാം. എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് ഒരു 15, പിന്നെ ഒരു 8, പിന്നെ ഒരു 3, പിന്നെ ഒരു 1.50. ഓക്കെ, ഞാൻ പ്രിയങ്കയ്ക്ക് അയച്ചു കൊടുത്തേക്കണ എമൗണ്ട് ഞാൻ പറയാം. ഒരു 15, 8, 3, 5, 30 ഞാൻ പ്രിയങ്കയ്ക്ക് അയച്ചു കൊടുത്ത എമൗണ്ട്. ഓക്കെ, ഇതിൽ ഈ പ്രിയങ്ക ആരാണ്, കിഷോർ ആരാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ബ്ലസ്സിനെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പൊന്നു മോളെ, ബ്ലസ്സിനോട് ഞാൻ സംസാരിച്ചും ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. നീ എമൗണ്ടിന്റെ കാര്യങ്ങളും എല്ലാം അതിലങ്ങോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 10-23 ലക്ഷം രൂപ ഞാൻ 23-30 ഞാൻ ബ്ലസ്സിനെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതായത് ഇപ്പോൾ എനിക്ക് ഓൾ അറൗണ്ട് ഉള്ള മൊത്തത്തിലുള്ള കാര്യം പറയുവാണെങ്കിൽ ഇതിൽ നിന്ന് 1 രൂപ പോലും അമൽ എനിക്ക് തന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം അമൽ വെളിച്ചത്ത് വരുമല്ലോ, ഞാൻ ഇല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ദിവസം അമൽ പുറത്ത് വരുന്ന സമയത്ത് അമൽ എനിക്ക് പൈസ തന്നതായിട്ട് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം ബ്ലസൻ ആ ലൈവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബ്ലസൻ എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല എന്ന്. അമല് ഈ വോയിസിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണ് അമലിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്നോ അമലിന് എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടെന്നോ ഒന്നും തന്നെ എനിക്കറിയത്തില്ല. 48 ലക്ഷം രൂപ ഞാൻ ത്രൂ പോയ പൈസ അത് റീഫണ്ട് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. റീഫണ്ട് ചെയ്തു എന്ന് അമൽ എന്നോട് കൺഫേം ചെയ്യുന്നുണ്ട്. അത് റീഫണ്ട് കിട്ടിയില്ലെങ്കിൽ അത് എന്നെ അറിയിക്കേണ്ടതിന് പകരം അവനെ വീണ്ടും വിശ്വസിച്ച് 1.5 കോടി രൂപ അയച്ചു കൊടുത്ത് ഫേക്ക് COS കിട്ടിയതിന് ശേഷം ഇതിനെല്ലാം പ്രതിയായേക്കുന്നത് ഞാനാണ്. സോ ഇതാണ് ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഞാൻ വീണ്ടും എന്നെ ന്യായീകരിക്കുന്നതോ എന്നെ കുറ്റപ്പെടുത്തുന്നതല്ല. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ നിരപരാധിയാണെന്ന് പറയുമോ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയില്ല. ഞാൻ വീണ്ടും എൻ്റെ തെറ്റ് ഏറ്റു പറയുവാണ്. അറിവില്ലാത്ത മണ്ടത്തരമായിട്ട് ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് അന്ന് നിന്നത്. പക്ഷേ എനിക്ക് 1 രൂപ പോലും ഇപ്പോഴും ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഇൻ കേസ് ഈ ഒരു വിസ റിലേറ്റഡ് ആയിട്ട്, ഈ ഒരു വിസ എന്നല്ല, ഒരു സ്റ്റുഡൻറ്റ് വിസയെങ്കിലും ഞാൻ ഇത്രയും നാൾ ഇവിടെ UK വന്നിട്ട് 3 വർഷം, ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു വിസയെങ്കിലും ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ ഈ കെയർ ഹോം ഒരു വിസയെങ്കിലും ചെയ്തു കൊടുത്ത് ഏതെങ്കിലും കമ്പനിയിൽ നിന്നോ ഏതെങ്കിലും ഏജൻസിയിൽ നിന്നോ 1 രൂപയെങ്കിലും എനിക്ക് കമ്മീഷനായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി പൈസ വീടോ പണയോ എന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം എനിക്ക് അത്രയും ശതമാനം എനിക്ക് ഉറപ്പുണ്ട് 1 രൂപ പോലും ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ കുറേ ചാറ്റ്സും കുറേ കോൾസും കുറേ റെക്കോർഡും ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് നിന്ന സമയത്ത് അമൽ ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ഇയാളോട് ചോദിക്കുന്നത്. ചേട്ടാ ഇന്ന സ്ഥലത്ത് പൈസ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന പോലെ പൈസ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അമൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ അമൽ അയച്ച സ്ക്രീൻഷോട്ടാണ് ഇന്ന് വൈകിട്ട് തന്നെ പൈസ ലിക്വിഡായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്കുന്നത്. 1 രൂപ പോലും എനിക്ക് അയച്ചു തരാനോ ഞാൻ പറയാം. എനിക്ക് തെറ്റ് പറ്റി എന്നറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു. അതിനുശേഷമോ അതിന് മുന്നിലോ ഈ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഞാൻ ഇടപെട്ടിട്ടില്ല, ഞാൻ തല വെച്ചിട്ടുമില്ല. കാരണം എനിക്കത് ഒട്ടും തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഷർ വെച്ചിട്ട് എനിക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അമലിനോടും ബ്ലസനോടും ഞാൻ തീർത്തും പറഞ്ഞിരുന്നു, ഇനി ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നേരത്തെ അന്ന് ലൈവിൽ ബ്ലസം പറഞ്ഞു നീരജ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഞാൻ ചേട്ടാ ഞാൻ ഇവിടെ വെച്ചെല്ലാം നിർത്തുവാണെന്ന് പറഞ്ഞിട്ട് പോവേണ്ട ആവശ്യമില്ല, ഞാൻ ഇനിയില്ല, അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ബ്ലസം പറഞ്ഞു ഇതിന് ശേഷം അമലിന് പൈസ അടിച്ചു വെച്ചാൽ നീരജയ്ക്ക് അമൽ പൈസ കൊടുത്തിട്ടുണ്ടാവാമെന്ന്. അമൽ എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ വെല്ലുവിളി തന്നെയാണ്. എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ കയ്യിലോ ഇനി ഞാൻ ഒരു കാര്യം സ്റ്റുഡൻറ്റ് വിസയോ ഇല്ലെങ്കിൽ ഈ വർക്ക് വിസയോ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞതുമായി
ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഏജൻസി ഇനിയുണ്ടോ എന്നല്ല കേട്ടോ, ഇതുവരെ ഏതെങ്കിലും ഏജൻസിന്നോ ഏതെങ്കിലും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്നോ 1 രൂപയെങ്കിലും എനിക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ആ പൈസ ഡബിളായിട്ടല്ലേ ട്രിപ്പിളായിട്ട് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ 300K ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം, എൻ്റെ യൂട്യൂബ് എല്ലാ അക്കൗണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യാനും തയ്യാറാണ്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസിന് ഞാൻ ഒരുപാട് ഏജൻസികളെ ഈ സ്റ്റുഡൻസ് എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അവർക്ക് കൊടുക്കാം. ഞാൻ വന്ന ഏജൻസിക്ക് തന്നെ ഞാൻ കുറേ കുട്ടികളുടെ കോൺടാക്ട്സ് കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് പോലും ഞാൻ 1 രൂപ പോലും കമ്മീഷൻ ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ. നിങ്ങൾക്കത് വാക്കാൽ ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല. പക്ഷേ 1 രൂപ പോലും മേടിക്കാണ്ട് ഈ കുറേ നാൾ കൊണ്ട് അനുഭവിക്കുന്ന ഈ പ്രശ്നം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും വലുതാണ്. പിന്നെ എനിക്കിനി അടുത്ത പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കെയർ ഹോമിൽ ജോലി വെച്ചുകൊണ്ട് നീരജ് BMW, ബെൻസ്, അമ്മയ്ക്ക് മാല മേടിച്ചു കൊടുക്കുന്നു, പിന്നെ ട്രിപ്പ് പോകുന്നു, പിന്നെ ലക്ഷറി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നു. വാട്ട് യു മീൻ ബൈ ലക്ഷറി ലൈഫ് സ്റ്റൈൽ? എൻ്റെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയുന്നില്ല. അതിലെവിടെയാണ് നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് തോന്നുന്നത്? പിന്നെ ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഞാനൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വന്നതല്ല. എൻ്റെ ചേച്ചീൻ്റെ കല്യാണം ഉൾപ്പെടെ 1 രൂപ പോലും ലോൺ എടുക്കാണ്ടാണ് 18 ലക്ഷം രൂപ ചിലവ് വരുന്ന MSc സ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സിന് എൻ്റെ അച്ഛനും അമ്മയും പൈസ ചിലവാക്കിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. അന്നേരം ഞാൻ പൈസ കൊടുത്തിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾഡ് ആയിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴാണെങ്കിൽ പോലും എനിക്കൊരു വീട് വാങ്ങണോ അല്ലെങ്കിൽ എനിക്കൊരു കാറ് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ മുന്നിൽ കൈ നീട്ടുവാണെങ്കിൽ അവർ ആ പൈസ തരാൻ തയ്യാറാണ്. ഞാൻ അതുകൊണ്ട് ഒട്ടും പൈസ ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയല്ല. അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്ക് കാറ് വാങ്ങാനോ ബൈക്ക് വാങ്ങാനോ അമ്മയ്ക്ക് മാല വാങ്ങിച്ചു കൊടുക്കാനോ ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറയുന്ന പോലെ തന്നെ, അതായത് ഞാൻ എൻ്റെ മന്ത്ലി ഇൻകം, എൻ്റെ മന്ത്ലി എക്സ്പെൻസിൽ ഞാൻ പറയുന്ന പോലെ തന്നെ 2 ലക്ഷം രൂപ മന്ത്ലി ചിലപ്പോൾ കെയർ ഹോമിൽ നിന്ന് സാലറി ഉള്ള ഒരു സിംഗിളായിട്ട് UK താമസിക്കുന്ന ഒരാൾക്ക് 300 പൗണ്ട് റൂമിന് റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ബാക്കി എമൗണ്ട് കൊണ്ട് ഒരു 10 മാസം വർക്ക് ചെയ്താൽ ഒരു കാറ് വാങ്ങാൻ പറ്റത്തില്ലേ? അമ്മയ്ക്കൊരു മാല വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ? പിന്നെ നിങ്ങൾ പറയുന്ന ട്രിപ്പ് മൊറോക്കോ, അൽബേനിയ, മോണ്ടിനിഗ്രോ, ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ ട്രിപ്പ് പോയി. ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി ഞാൻ പോയിട്ടുള്ള 3 ട്രിപ്പും എനിക്ക് കൊളാബറേഷൻ വന്ന് അവരുടെ ഏജൻസിക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അവരെനിക്ക് പൈസയല്ല തന്നിട്ടുള്ളത്. അവർക്ക് കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രിപ്പ് പോയേക്കുന്നത്. സോ എൻ്റെ എക്സ്പെൻസ് അവരാണ് മീറ്റ് ചെയ്യുന്നത്. അവർക്ക് ഞാൻ വീഡിയോസ് മാത്രം ചെയ്തു കൊടുത്താൽ മതി. സോ അപ്പം എൻ്റെ കയ്യിലുള്ള പൈസയ്ക്കല്ല ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് വിസിറ്റ് ചെയ്ത പ്ലേസ് എന്ന് പറയുന്നത് തായ്ലൻഡും ദുബായുമാണ്. തായ്ലൻഡ് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഷെയർ ഇട്ട് പോയൊരു സംഭവമാണ്. എൻ്റെ കയ്യിൽ ദുബായിൽ പോകാനുള്ള അത്ര പൈസ ഇല്ലാണ്ടിരിക്കേണ്ട ആവശ്യം എന്താ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്? പല വീഡിയോസിലും പല രീതിയിലുമാണ് പ്രതികരണം കാണുന്നത്, പല രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ഒരു മെയിൻ കാര്യം നിങ്ങളടുത്ത് എനിക്ക് ബോധ്യപ്പെടുത്താനുണ്ട്. എൻ്റെ നാട്ടുകാരി എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന അലവലാതി നിങ്ങളോട് തന്നെയാണ്. അലവലാതി എനിക്ക് ഈ വീഡിയോ പറ്റിയായിരുന്നു ഇട്ടത്. പക്ഷേ എന്റെ വീഡിയോയുടെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ കാരണം പുള്ളിക്കാരത്തി ഫേമസ് ആവണം എനിക്കില്ല. കമന്റ്സ് ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യുന്ന ഒരാള് ഇത്രയും വർഷം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ നാളുകൾ കൊണ്ട് വലിയ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുക, ട്രിപ്പുകൾ പോവുക, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കാറുകൾ എടുക്കുക. അപ്പോൾ ഇപ്പൊ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് എക്സ്ട്രാ ടൈം ചെയ്താൽ പോലും അവരീ പോകുന്ന രീതിയിലത്തേക്കുള്ള ക്യാഷ് അവർക്ക് കിട്ടത്തില്ല. എക്സ്ട്രാ ടൈം ചെയ്താൽ പോലും കിട്ടത്തില്ല. വീക്കിലി 4 ദിവസം മാത്രം ഷിഫ്റ്റ് എടുക്കുന്ന, മന്ത്ലി 16 ദിവസം ഷിഫ്റ്റ് എടുക്കുന്ന എനിക്ക് ഇപ്പോഴത്തെ സാലറി അനുസരിച്ച് ഒരു മാസം ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചോളം എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ കെയർ ഹോമിൽ 30 ദിവസവും വർക്ക് ചെയ്യുന്ന, അതായത് എണ്ണട വിട്ട് 30 ദിവസമൊന്നും ആൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, 25 ഡേയ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 3-4 ലക്ഷം രൂപ അടുപ്പിച്ചോളം സാലറി വാങ്ങുന്ന ഒരാൾ, അതായത് എക്സ്ട്രാ ഷിഫ്റ്റ് എടുക്കുന്നവർക്ക് കിട്ടുന്ന പൈസയാണ്. ഇങ്ങനെ എടുക്കുന്നവർക്ക് ഞാൻ ജീവിക്കുന്ന പോലൊരു ലൈഫ് സ്റ്റൈല് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എന്തുദ്ദേശത്തിലാണ് എൻ്റെ നാട്ടുകാരിയായ ഈ തങ്കക്കുടം പറയുന്നത്?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഓക്കെ, ഞാൻ എൻ്റെ കാറ് വാങ്ങിച്ചത് മന്ത്ലി പേയ്മെൻ്റാണ്, EMI ആണ് ഞാൻ അടയ്ക്കുന്നത്. മന്ത്ലി, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നുണ്ട്, 500 പൗണ്ട് ഞാൻ മന്ത്ലി കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് മന്ത്ലിയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. മൊത്തം തുക ഒരുമിച്ച് കൊടുത്ത് വയ്ക്കാൻ ശരി എൻ്റെ കയ്യിൽ എനിക്ക് ഓക്കെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് ഒട്ടും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നല്ല ഞാൻ വന്നേക്കുന്നത്. നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ എനിക്ക് ഇതൊന്നും അല്ല എൻ്റെ ജീവിതം. എനിക്കൊരു ഹെലികോപ്റ്റർ വാങ്ങാം, എനിക്കൊരു ഫ്ലൈറ്റ് വാങ്ങാം, എനിക്കൊരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങാം, എനിക്ക് ഈ BMW സെക്കൻഡ് ഹാൻഡ് അല്ലാണ്ട് എനിക്കൊരു ഫസ്റ്റ് ഹാൻഡ് കാറ് വാങ്ങാം, അങ്ങനെ ബ്രാൻഡഡ് ന്യൂ കാർ വാങ്ങാം. എനിക്കങ്ങനെ ഒരുപാട്, ലണ്ടനിലൊരു വീട് വാങ്ങി. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തമായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച പൈസയാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു വീട് വാങ്ങാൻ വളരെ സിമ്പിളാണ്. അടുത്ത ആ മാഡം പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടോണം. അപ്പം കുറച്ച് പേര് വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്നവളാണ് അവൾ. സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് അത് പകുതിയിൽ നിർത്തി കെയർ ഹോം വിസ എടുത്തതിന് ശേഷം ഇനി വരുന്നതാണ് നമുക്ക് കേട്ടാല് അറയ്ക്കുന്നത്. കാരണം കെയർ ഹോം വിസ എടുത്തതിന് ശേഷം കക്ഷിക്ക് കെയർ ഹോമിലൊന്നും അല്ല ജോലി, പല പല ആളുകളുടെ വീട്ടിലാണ്. എന്നിട്ട് രാവിലെ വന്നിട്ട് എനിക്ക് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു, എനിക്ക് ഇന്ന് ആ ഷിഫ്റ്റ് ആയിരുന്നു, ഇങ്ങനത്തെ ഷിഫ്റ്റ് ആയിരുന്നു, വളരെ ടയർഡാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് ഇവരുടെ ഒരു പതിവാണ്. ഓക്കെ, വീഡിയോ ഇടുന്നത് ഇവളുടെ ഒരു പതിവാണ്. ഓക്കെ, പതിവാണ്, ശരി, സമ്മതിച്ചു. ഒന്നാമത്തെ കാര്യം, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് എടുത്ത ഒരു വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ എൻ്റെ യൂട്യൂബിൽ നിന്നോ എവിടെ നിന്നെങ്കിലും നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരണം. ബിക്കോസ് 3 വർഷമായിട്ട് ഞാൻ UK വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം പോലും ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ ഫുള്ളും ചെയ്യുന്നത് ഡേ ഷിഫ്റ്റാണ്. അപ്പം ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്, UK പഠിക്കാനായിട്ട് വന്നിട്ട് പഠിത്തം പകുതിയിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ കെയർ ഹോം വിസയിലോട്ട് മാറി. ഇത് ഞാൻ തന്നെ നിങ്ങളായിട്ട് പങ്കുവച്ച കാര്യമാണ്. ഞാൻ പറയാണ്ട് നിങ്ങളാരും അറിയത്തില്ല. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോഴ്സ് MS സ്പോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അത് റിലേറ്റഡ് ആയിട്ട് ഇവിടെ ജോലി കിട്ടാൻ ഒരുപാട് പാടാണ്. അതിൽ എക്സ്ട്രാ 2 കോഴ്സ് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വിസ സ്വിച്ച് ചെയ്യാൻ കിട്ടിയ സമയത്ത് താൽക്കാലികമായിട്ടും ഒരു ജോബ് വേണം, 20 ഹവേഴ്സിന് മേലെ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വിസ സ്വിച്ച് ചെയ്തു. അതിലെനിക്ക് ഒരു തെറ്റും തോന്നില്ല. ഞാൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിയമങ്ങൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്വിച്ച് ആവും എന്നുള്ളൊരു സംഭവം ആ സമയത്ത് ഇല്ലായിരുന്നു. ഞാനത് എല്ലാ വീഡിയോസിലും തുറന്നു പറയുന്ന കാര്യമാണ്. കെയർ ഹോമിൽ ഷിഫ്റ്റിനെന്ന് പറഞ്ഞ് പോയിട്ട് നൈറ്റ് എല്ലാവരുടെയും വീട്ടിൽ തങ്ങിയിട്ട് വന്നിട്ട് ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നതാണ് ഇവളുടെ പതിവ്. ഞാൻ ആരടുത്താണ് പറയേണ്ടത് ഞാൻ നൈറ്റ് അവിടെയാണ് ഇവിടെയാണെന്ന്? ഞാൻ UK ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിവിടെ ആരടുത്താണ് പറയേണ്ടത് ഞാൻ നൈറ്റ് ആരുടെ ആയിരുന്നു? എന്നെ അറിയാമെന്നുള്ള എൻ്റെ ഇവിടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സിനറിയാം ഞാൻ ഡേ ഷിഫ്റ്റാണ് എടുക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം ഞാൻ ഡേ ഷിഫ്റ്റാണ് എടുക്കുന്നത്. എനിക്ക് ഓഫുള്ള ഒരു ദിവസമാണെങ്കിൽ പോലും ഞാനത് എൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. എനിക്കിത് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പ്രതികരിക്കാൻ തോന്നിയ 2 വീഡിയോസേ ഉള്ളൂ. ഒന്ന് ഈ ഒരു തങ്കക്കുടം, എനിക്ക് വീഡിയോ ഇട്ടതിൻ്റെ താഴെ വന്ന കമൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. കമൻസ് ശരിയാണ്, കമൻസിൽ ആൾക്കാർക്ക് എന്തും പറയാം, എന്ത് വേണോ പറയാം. അത് ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് തട്ടമിട്ടുകൊണ്ട് ഒരു പെണ്ണിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എത്ര ഉളുപ്പുണ്ട്, എത്ര മീൻസ് എത്ര വെള്ളത്തിൽ നിങ്ങൾ പറയുന്ന പോലെ അള്ളാഹുവിൻ്റെ എത്ര വെള്ളത്തിലൊക്കെ കുളിച്ചാൽ ഈ ഒരു കഴപ്പ് മാറുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാരണം അത്രയും ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും വന്നിട്ടാണ് ഞാൻ ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നത്. ഇതുപോലെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. രണ്ടാമത് വേറൊരു പെങ്കൊച്ച്, അനീറ എന്നങ്ങോട്ട് പറയുന്ന ആ ഒരു പെങ്കൊച്ച് ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാരണം ഇപ്പം എനിക്ക് ഒരു ഫോളോവേഴ്സ് കുറഞ്ഞാൽ അതെടുത്തിട്ടിട്ട് നീരജയുടെ ഫോളോവേഴ്സ് കുറഞ്ഞു, അത് പോസ്റ്റായിട്ടിട്ട് നീരജയുടെ ഫോളോവേഴ്സ് കുറഞ്ഞു, നീരജത അവിടെ പോയേക്കുവാണ്, നീരജ് ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിരിക്കുന്ന ആ മാഡം തുടക്കത്തിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെക്കൻ പറയുന്നതായിട്ട്, അതായത് നീരജ് സ്റ്റുഡൻറ്റ് വിസ തരാമെന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ നീരജൻ്റെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോ കണ്ടില്ല. അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോഴേ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞെടുത്ത് പിന്നീട് ഞാൻ ശ്രദ്ധിക്കുന്നത് സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുക്കാൻ. ഞാൻ വെച്ചാൽ സ്റ്റുഡൻറ്റോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കണ്ടിട്ട് ആ പുള്ളിക്കാരത്തെ ഞാൻ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞ എന്തോന്ന് ഉദ്ദേശത്തിലാണ് താങ്കൾ ഈ വീഡിയോ ഇട്ടത്? അപ്പോൾ ആ പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് ആ പയ്യൻ എനിക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. ആ പയ്യൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് പൈസ ചോദിച്ചത്? അത് നിങ്ങൾ വിളിച്ചാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, അതും സമ്മതിക്കാം. വിളിച്ച് സംസാരിക്കാൻ ഞങ്ങൾ നമ്പർ ഷെയർ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം വേണ്ടേ?
അയാൾ എൻ്റെ ഫ്രണ്ടോ എൻ്റെ കസിനോ എൻ്റെ ഫാമിലിയോ റിലേറ്റീവ്സോ ഒന്നുമല്ല. നമ്പർ ഷെയർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ താങ്കളുടെ നമ്പർ ഇതാ, ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താങ്കളുടെ ആവശ്യം ആദ്യം പറയുന്ന സമയത്തായിരിക്കും എൻ്റെ നമ്പറായാലും ഷെയർ ചെയ്യുന്നത്. അങ്ങനൊരു പ്രൊഫൈൽ വേണ്ടേ? അത് അയാൾ എനിക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് എടുത്തിട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്രയും പേരും ഞാൻ ലിക്വിഡായിട്ട് പൈസ വേണമെന്നൊക്കെ പറയുന്നതും അത് വഹിക്കുന്ന വോയിസും മെസ്സേജും അതും തെളിവുകൊണ്ട് വീഡിയോ ഇടുന്നവർ ഓക്കെ, അതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നില്ല, കാരണം അവർക്ക് കാര്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഒരാൾ വിളിച്ച് പറഞ്ഞു എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ഒരു തെളിവ്, ഞാനും അയാളും തമ്മിലൊരു ചാറ്റോ വോയിസോ കോൺടാക്റ്റോ, അല്ലെങ്കിൽ ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു, ആ വിളിച്ച് സംസാരിച്ചതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഇത്ര സമയം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതോ എന്തെങ്കിലും ഒന്ന് കാണിച്ച് ഒന്ന് വ്യക്തമായിട്ട് ഇട്ടാൽ പോരായിരുന്നോ? എന്തിനായിരുന്നു ഈ ഒരു ഇത്? അത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇടാൻ തോന്നി. അങ്ങനെ തന്നെ ഞാൻ എന്നെ താൻ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു തെളിവും ഇല്ലാണ്ട് വെറും അയാളെ ഞാൻ അങ്ങനെ പറയും, വെറും റീച്ചിന് വേണ്ടിയിട്ട് ആ ഒരു പൊടി കൊച്ച്, എത്രയോ മാസമായ കൊച്ച് അടുത്ത് കിടന്ന് നിലവിളിച്ച് കിടന്ന് കരയുന്നു. ആ കൊച്ചിനെ നോക്കാൻ സമയമില്ലാണ്ട് ഇതിൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ മറ്റേ പറഞ്ഞ തങ്കക്കുളം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട പോലെ വീഡിയോ ഇട്ടപ്പോൾ നീരജയ്ക്ക് കെയർ ഹോമിലല്ല പണി, നീരജ എവിടേക്ക് പോയിട്ടാണ് വന്ന്, അങ്ങനെയൊക്കെ ഉള്ള പ്രത്യേക സ്ഥിതിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും നീരജയ്ക്ക് കുറിച്ചുള്ള എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം എൻ്റെ നാട്ടുകാരി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്നത്, അപ്പം എൻ്റെ നാട്ടുകാർ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും നാട്ടുകാരെയോ എന്നെയോ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ മാഡത്തിനൊന്ന് അറിയിക്കുക. മാഡം ഇങ്ങനെ ലൈവിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് തെളിവോ കാര്യങ്ങളോ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഇടാൻ മാഡം തയ്യാറാണ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ മാഡം അതിന് പരിഹാരം പെട്ടെന്ന് തന്നെ കണ്ടെത്തി തരുമായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തലയിൽ തട്ടോ ഇട്ടുകൊണ്ട് വന്ന് വേറൊരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന്, സത്യം പറയാമല്ലോ ഗൈസ്, ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലാസ്റ്റ് മീൻസ് കൈപിടിച്ച് ഉയർത്താൻ എൻ്റെ അച്ഛനും അമ്മയും ചുരുക്കം കുറച്ച് ഫ്രണ്ട്സും അല്ലാണ്ട് എൻ്റെ കൂടെ ഇപ്പം ആരുമില്ല. എന്നെ വിശ്വസിക്കുന്നവരോ എന്നെ സ്നേഹിക്കുന്നവരോ ഇപ്പോഴും ഉണ്ട്, ഓക്കെ ഫൈൻ. പക്ഷേ ആ പൈസ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് കമൻസ് ഇടുന്നവരോട് 1 രൂപ പോലും എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഞാൻ 1 രൂപയെങ്കിലും ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രശ്നം നടക്കുമെന്ന് അറിഞ്ഞിട്ടാണോ അച്ഛനും അമ്മയും പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയത്? നിങ്ങൾക്ക് നാണമാവുന്നില്ലേ? 3 വർഷങ്ങൾക്ക് മുന്നിൽ ഞാൻ സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഉണ്ടായ പ്രശ്നം, എനിക്ക് 3 വർഷത്തിന് മുന്നേ ഒരു ഫാമിലി വിസ, അവർക്കും കൂടെ 2-3 കെയർ ഹോം വിസ എടുത്തു കൊടുത്ത് ഞാൻ അവരെ ഇങ്ങ് സെറ്റിലാക്കാം. പ്രശ്നം എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. ഇപ്പം തന്നെ ആ പ്രശ്നം വരണം എന്ന് വിചാരിച്ച് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് എനിക്ക് അവരിവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, അവരിവിടെ വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നത്. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നടന്നു, ഇങ്ങനെ കോൾസ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം 3 വർഷങ്ങൾക്ക് മുന്നിലേ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമേ നിങ്ങളാരും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നും എനിക്ക് 1 രൂപ പോലും ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങൾ എന്തോന്ന് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അച്ഛനമ്മയും ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എൻ്റെ പാരൻസ് ഇവിടെ ഇല്ല, അവർ നാട്ടിലാണെങ്കിലും അവർ വളരെ ബോൾഡായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യുമായിരുന്നു. ബിക്കോസ് അവർക്കറിയാം ഞാൻ പൈസ മേടിച്ചിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. കാരണം അവരെ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് സേഫ് ആക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ചോദിക്കേണ്ടത്, ആരാണ് ഇവിടെ പരാതിക്കാർ? പൈസ നഷ്ടപ്പെട്ടവരാണോ? ഇത്രയും വീഡിയോസ് ഞാൻ കണ്ടു, ഇത്രയും വീഡിയോസ് പുറത്തിറങ്ങുന്നുണ്ട്, അത്രയും കാര്യങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. അതിലൊക്കെ പറയുന്നത് നാട്ടുകാരെ പറ്റിച്ച പൈസ തിരിച്ചു കൊടുക്കുക, നാട്ടുകാരെ പറ്റിച്ച പൈസ തിരിച്ചു കൊടുക്കുക. ഞാൻ പറ്റിക്കപ്പെട്ടു, എൻ്റെ പൈസയാണ് പോയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരാളുടെയും ഞാൻ കണ്ടില്ലല്ലോ ഇതിൽ. എന്തുകൊണ്ട്? അപ്പോൾ ആർക്കാണ് പരാതി? അപ്പോൾ വീഡിയോസ് ചെയ്യാം, കണ്ടൻറ്റുകൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ഹോം ഓഫീസ്, CQC, ഇമിഗ്രേഷൻ, എൻ്റെ കെയർ ഹോം, അത് ഇത് എല്ലാവരും കുറേ കംപ്ലയിൻറ്റ് ചെയ്തു, മെയിൽ അയച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ശരി, ഓക്കെ, ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണ്? 1 രൂപയെങ്കിലും മേടിച്ചിട്ടാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെൻ്റലി ഞാനും എൻ്റെ ഫാമിലിയും അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. ബിക്കോസ് അറിഞ്ഞോ അറിയാതെ ആണെങ്കിൽ പോലും ഫസ്റ്റ് അതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് നിന്ന് സഫർ ചെയ്തത് എൻ്റെ ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ ഫാമിലി അതിനെന്തിനാണ് അനുഭവിക്കുന്നത്?
പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, ഞാൻ 1 രൂപയെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടാണ് ഈ COS കൈമാറിയതും 1 ലക്ഷം രൂപ 1.5 കോടി രൂപ കൈമാറിയതും, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും നിയമപരമായി മുന്നേറാൻ അത് തയ്യാറാണ്. പിന്നെ എല്ലാ വീഡിയോയ്ക്കും ഞാൻ പ്രതികരിക്കത്തില്ല, പക്ഷേ എനിക്ക് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും എൻ്റെ ക്യാപ്ഷനും ഒക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ ഒരു തെളിവും ഇല്ലാതെ വീഡിയോ ഇടുന്നവർക്കെതിരെ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കും. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൻ്റെ വെല്ലുവിളിയോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ്, ഞാൻ വീണ്ടും അഹങ്കാരത്തിൽ വന്നിന്ന് സംസാരിക്കുന്നതോ അതല്ല. തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുവാണ്. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞാൻ ബിൽഡ് ചെയ്ത എൻ്റെ സൊസൈറ്റി, അല്ലെങ്കിൽ ഞാൻ ഫാമിലിന്ന് വിചാരിക്കുന്ന എൻ്റെ ഫോളോവേഴ്സ്, അതിലിപ്പം എത്ര പേർക്കാണ് എന്നെ വിശ്വാസമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന എൻ്റെ ഫെയിം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, അതിൽ നിന്ന് ഞാൻ യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ആരും പറ്റിച്ചിട്ടോ ആരെയും എനിക്കിങ്ങനെ തട്ടിച്ചിട്ടോ വെട്ടിച്ചിട്ടോ ജീവിക്കുവാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഒരു കാലത്തും ഞാൻ ഗുണം പിടിക്കത്തില്ല. പക്ഷേ 1 രൂപ പോലും വാങ്ങാതെ ഇപ്പോൾ ഞാൻ ഇത്രയും സഫർ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പോഴും നിങ്ങൾ പറയുന്നത് നീരജ തെറ്റ് ചെയ്തു, നീരജ ഫസ്റ്റ് മീഡിയേറ്ററായിട്ട് ഇതിൻ്റെ ഇടയിൽ ആണ്. ഞാൻ മീഡിയേറ്ററായിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്നു, പക്ഷെ ഞാൻ തെറ്റ് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഞാൻ കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഫണ്ട് അയച്ചു കൊടുത്ത് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ആവുന്നത്? പിന്നെ മെയിൻ പ്രശ്നം, ഒരാളുടെ അച്ഛൻ മരിച്ചു. UK എക്സ്പ്രസ്സിന് കഴിഞ്ഞ ഇതിൽ പറയുന്നുണ്ടായിരുന്നു, നീരജയുടെ പ്രശ്നം തുടങ്ങിയതിന് ശേഷമാണ് UK എക്സ്പ്രസ്സിന് ഇത്രയും പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ ഞാൻ കുറച്ച് FIRൻ്റെ കോപ്പിയും പിന്നെ എൻ്റെ വക്കീൽ സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. UK എക്സ്പ്രസ്സിന് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിൽ പല സ്റ്റേഷനുകളിൽ 5ഉം 6ഉം FIRകളാണ് ഈ ഫയൽ ചെയ്തിരിക്കുന്നത്. ശരി, ഓക്കെ, ഫൈൻ. നീരജ 8 പിള്ളേരെ തട്ടിച്ചു എന്ന് പറഞ്ഞു. 8 പിള്ളേർ ഓക്കെ, ബാക്കിയുള്ള 40 പിള്ളേരുടെ കാര്യമോ? ബാക്കിയുള്ള 40 പിള്ളേരുടെ കാര്യമോ? ഇപ്പോൾ വീട്ടമ്മയെ തട്ടിച്ചു, വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ തട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് വരുന്നു, കേസ് വരുന്നു, ഫയൽ വരുന്നു. അപ്പോൾ അവരുടെയൊക്കെ കാര്യം? 1 രൂപയെങ്കിലും തട്ടിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷമായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് അവരിതുവരെ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാത്തത്? കാരണം എൻ്റെ കയ്യിൽ ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ 1 രൂപ പോലും മേടിച്ചിട്ടില്ല, എനിക്ക് തന്നിട്ടില്ല. തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞ സമയത്ത് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാണ്ട് വീണ്ടും പൈസ അയച്ചു കൊടുത്തത് ബ്ലസനാണ്. അപ്പോൾ ഇവിടെ ആര് ഭാഗത്താണ് തെറ്റ്? ഞാൻ വീണ്ടും വന്നിരുന്ന് ന്യായീകരിക്കുന്നതോ മെഴുകുന്നതോ അല്ല. ഞാൻ വീണ്ടും പറയുവാണ്, എന്നെ വിശ്വസിക്കുന്ന, എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്ന, കാര്യം അറിയാണ്ട് വളരെ വൃത്തികെട്ട രീതിയിൽ എൻ്റെ ഫാമിലിക്കെതിരെ കമൻസ് ഇടുന്ന കുറച്ച് ആൾക്കാരോട് വേണ്ടി മാത്രമാണ്. പിന്നെ എനിക്ക് നന്നായിട്ടറിയാം, ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം, കുറച്ച് സാധനങ്ങൾ മാത്രം നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ അതും കണ്ടൻ്റാക്കി വേറെ തെളിവുകളൊക്കെ ചെയ്യിടുന്നു. എനിക്ക് പറയാനുള്ള ഇതാണ്, എൻ്റെ കയ്യിലുള്ള തെളിവുകൾ ഇതാണ്. നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മ ഒരു പക്ഷേ എൻ്റെ കൂടെ ഇവിടെ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആത്മഹത്യ വരെ ചെയ്തു പോയിരിക്കാം, മേ ബി. പക്ഷേ എൻ്റെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും, പക്ഷെ ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, ഞാൻ എല്ലാം ഫേസ് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. പക്ഷേ എൻ്റെ എക്സ്ട്രീം കഴിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ പരസ്പരം കാണുമ്പോൾ തന്നെ അയ്യോ അവളല്ലേ. പണ്ട് നമുക്ക് ഒന്ന് ഹായ് ചേച്ചി എന്ന് പറഞ്ഞ് വന്ന് കൈ തരുന്ന ഒരാൾ നമ്മൾ രണ്ടാമത് കാണുന്ന സമയത്ത് ഇവള് മറ്റേ വിസ തട്ടിപ്പ്. എന്താണ് വിസ തട്ടിപ്പ്? അപ്പോഴും ഞാൻ വിചാരിച്ചത് പരസ്പരം കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷേ ഞാൻ പബ്ലിക്കിന് മുന്നിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. ശരി, ഓക്കെ. എന്നാൽ പോലും കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു അവൾ ഇപ്പോൾ ഇത്രയും പ്രശ്നം നടന്നിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ബോൾഡായിട്ട് അഹങ്കരിച്ച് ആൾക്കാരെ പറ്റിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇടുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ അഹങ്കരിച്ച് നടക്കുന്നതാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാൾ കൊണ്ടുവന്ന ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം ഒരു പെർസെൻറ്റേജ് പോലും താഴെ പോകാൻ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു പെർസെൻറ്റേജ് പോലും താഴെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത്.
എനിക്കല്ലാണ്ട് കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടല്ല. അത്രയും മെൻ്റൽ പ്രഷറും മാനസിക സംഘർഷവും എല്ലാം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ വെറുക്കുന്നവരാണെങ്കിലും വീഡിയോ ഇടുന്നവരാണെങ്കിലും നിങ്ങളുടെ എല്ലാവരെയും ഉദ്ദേശം നടക്കുന്നുണ്ട്. തകർന്ന് തരിപ്പണമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും നാൾ ജീവിച്ചതും ഇനി ജീവിക്കുന്നതും അവരെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവരെ ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാനും അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുവാനും അതിനും ഇതിനും. ഞാൻ ഈ പൈസ തട്ടിച്ച വിസയിൽ പൈസ തട്ടിച്ച കാര്യങ്ങളൊന്നും കൊണ്ടല്ല അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഷെയർ ഇട്ടിട്ടാണ് ഞങ്ങളവരെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇനിയും കൊണ്ടുവരും, ഇനിയും അവരെ ഇവിടെ ആസ്വദിപ്പിക്കും, അവരെ കാണിപ്പിക്കും, അവർക്ക് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കും. അപ്പോഴും നിങ്ങൾ പറയുന്നത് വിസ ഇത്രയും പൈസ കയ്യിലിരിക്കുന്നത് കൊണ്ടായിരിക്കും. ഇപ്പോഴും ഞാൻ പറയുവാണ്, എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞാൻ പൈസ കൊണ്ടല്ല ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്. എനിക്കത് ഇതിൽ കൂടുതലും വ്യക്തമായിട്ട് നിങ്ങൾ എങ്ങനെ തെളിയിക്കണം, ബോധ്യപ്പെടുത്തണം എന്ന് എനിക്കറിയാം. പിന്നെ അമൽ, ഏതെങ്കിലും ഒരു ചാൻസിൽ ദൈവം എന്നൊരാൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ, ദൈവം എന്നൊരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അമലെന്ന് പറയുന്ന ഒരാളെ എൻ്റെ ജീവൻ അവസാനിക്കുന്നതിന് എന്തെങ്കിലും ഒരു ദിവസം മുന്നേ ഞാൻ അമലിനെ നിയമത്തിന് മുന്നിലും നിങ്ങളുടെ മുന്നിലും കൊണ്ടുവരും. എന്നിട്ട് ഞാൻ അവനോടും ചോദിക്കും, അവൻ എനിക്ക് എന്തെങ്കിലും 1 രൂപയെങ്കിലും തന്നിട്ടുണ്ടോ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ പ്രൊമോഷൻ ചെയ്തു കൊടുത്തത്. ഞാൻ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടൊന്നും അല്ല ഈ വിസേൻ്റെ കാര്യം വന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ മറ്റേ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മന്ത്ലി എക്സ്പെൻസും മന്ത്ലി ഇൻകം. അതൊക്കെ ശരിയാണ്. ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നതിൽ നിന്നും എനിക്ക് മന്ത്ലി എത്ര രൂപ കിട്ടുന്നുണ്ടെന്നും കെയർ ഹോം സാലറിയിൽ നിന്ന് എനിക്ക് എത്ര രൂപ കിട്ടുന്നുണ്ടും എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻകം നാട്ടിലോട്ട് എത്ര രൂപയാണ് പോകുന്നുണ്ടെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്നതും. അത്രയൊക്കെ കിട്ടുന്ന ഒരാൾക്ക് ഒരു കാറ് വാങ്ങാനോ അമ്മയ്ക്കൊരു 40,000 രൂപയുടെ മാല വാങ്ങിച്ചു കൊടുക്കാനോ മന്ത്ലി പേയ്മെൻറ്റിന് 500 പൗണ്ട് കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങാനോ കഴിവില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണ്? ട്രിപ്പ് പോകുന്നത് കൊളാബറേഷൻസ് ഓക്കെ. പിന്നെ എനിക്ക് അതേ സെയിം സ്ഥലങ്ങൾ അതേ എമൗണ്ട് മുടക്കി ട്രിപ്പ് പോകാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല. അതിനും എൻ്റെ കയ്യിൽ ഫണ്ടുണ്ട്. അതും നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ല. എൻ്റെ സ്വന്തം വേർപ്പിൽ നിന്ന് ഞാൻ അധ്വാനിച്ച് ഉറക്കം ഒഴിച്ചിരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാക്കിയ പൈസയാണ് അതൊക്കെ. അപ്പം ഇനിയെങ്കിലും ദയവ് ചെയ്ത് കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അത് മെൻ്റലി ഒരുപാട് തകർക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയല്ല നാട്ടിലാണെങ്കിൽ പോലും അവരിത് ബോൾഡായിട്ട് തന്നെ ഫേസ് ചെയ്യും. കാരണം അവരിൽ നിന്നുള്ള ശക്തിയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പല സമയത്തും ഞാൻ തളർന്നിരിക്കുന്ന സമയത്തും പൈസ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് എന്നൊരു സാധനം തന്ന്, കോൺഫിഡൻറ്റ് തന്ന് എന്നെ വീണ്ടും ഉയർച്ചയിലോട്ട് എത്തിക്കുന്നതും വീഡിയോസ് ചെയ്യണം നീ നിർത്തുക. എനിക്ക് വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടൻറ് ഉണ്ടാക്കാനോ ഒന്നും എനിക്കൊരു മൈൻഡും ഇല്ല. എനിക്ക് ഇപ്പോഴും വീട്ടിൽ ഞാൻ ഒരാഴ്ച ആനുവൽ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും എന്നെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അച്ഛനും അമ്മയ്ക്കും മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധരിച്ച എല്ലാവരോടും ഞാൻ പറയുവാണ്, എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആദ്യം എന്തൊക്കെയോ കൊതിച്ച് ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് നിന്നു. പക്ഷേ തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് പിന്മാറി. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത തെറ്റിന് ആരെങ്കിലും ഇപ്പോൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് എല്ലാവരോടും മാപ്പ്. പിന്നെ ഇത് വീണ്ടും പറയുകയാണ്, എൻ്റെ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഇതിൽ കൂടുതൽ ഇനി ആരൊക്കെ എന്തൊക്കെ വീഡിയോ ഇട്ടാലും ഇതങ്ങനെയല്ല, ഇങ്ങനെയാണ്, എൻ്റെ കയ്യിൽ അങ്ങനത്തെ തെളിവുണ്ട് ഇങ്ങനത്തെ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി വരത്തില്ല. കാരണം കമൻ്റ് ഇടുന്നവർ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. 1 രൂപ പോലും എനിക്കിങ്ങനെ പറ്റിച്ചും തട്ടിച്ചും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പ്രൊമോഷൻ ചെയ്താണെങ്കിലും കെയർ ഹോമിൽ വർക്ക് നിങ്ങൾ പറയുന്ന പോലെ തന്നെ അപ്പൂപ്പന്മാരുടെ അപ്പി കോരിയിട്ട് തന്നെയാണ് എനിക്ക് പൈസ കിട്ടുന്നത്. ആ പൈസയും പിന്നെ എനിക്ക് പ്രൊമോഷൻസൊക്കെ ചെയ്യുന്ന യൂട്യൂബിൽ നിന്നൊക്കെ നാട്ടിൽ വരുന്ന തുച്ഛമായ പൈസയൊക്കെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലക്ഷറി ലൈഫ് സ്റ്റൈലിലൊന്നും അല്ല നീരജ് ജീവിക്കുന്നത്. നിങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റിൽഡായ ഒരു ഫാമിലിയാണ്. എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയും പൈസ അയച്ചു തരാൻ തയ്യാറുമാണ്. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് പറ്റിച്ചും വെട്ടിച്ചും ജീവിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കാണുന്നവർ ശ്രദ്ധിക്കുക. 1 രൂപ പോലും എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100-150 വീഡിയോസെങ്കിലും എനിക്കെതിരായിട്ട് വന്നിട്ടുണ്ടാകും. പക്ഷേ ഒരു പകുതി കൂടുതൽ വീഡിയോസ്, പകുതിയല്ല 3/4 വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് തുടക്ക പ്രശ്ന സമയത്ത് ഉണ്ടായിരുന്ന 1-2 വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കേട്ടിടത്തോളം
അവർ പറയുന്ന പല വീഡിയോസിലും പല കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടതുപോലെ 1 രൂപയെങ്കിലും ഞാൻ എൻ്റെ അക്കൗണ്ടിലോ എൻ്റെ കയ്യിലോ എനിക്കോ കിട്ടിയിട്ടുള്ളതായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുവാനും ആ പൈസേൻ്റെ 3 ഇരട്ടി തിരിച്ചു കൊടുക്കുവാനും ഞാൻ ഇപ്പോഴും തയ്യാറാണ്. എൻ്റെ ഫാമിലിക്ക് അതിനുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾഡാണ്. സോ ആ പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി തിരിച്ചു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അത് വെല്ലുവിളി ആയിട്ടായിരുന്നെങ്കിൽ അത് വെല്ലുവിളി തന്നെയാണ്. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് എതിരായിട്ട് പണ്ടത്തെ സ്ക്രീൻ റെക്കോർഡും വോയിസൊക്കെ ഇട്ടിട്ട് നീരജ പൈസ മേടിച്ചു, വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നില്ല, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യില്ല എന്ന് ചോദിക്കുന്നവരോട് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഇടയ സമയത്ത് ഞാൻ ആ പൈസ അമലിന് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് അയച്ചു തരാനല്ല പറഞ്ഞേക്കുന്നത്. എനിക്കതിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുമില്ല. ഇപ്പോഴും എനിക്കതാണ് പറയാനുള്ളത്. എൻ്റെ കയ്യിലോ എൻ്റെ അക്കൗണ്ടിലോ എനിക്കോ ഈ ഒരു വിസ റിലേറ്റഡായിട്ട് ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും കിട്ടിയിട്ടുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുതരുവാണെന്ന്, നിങ്ങളോ ഇപ്പം ബ്ലസം തന്നിട്ടില്ല എന്ന് ബ്ലസം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രതീക്ഷ അമലിനാണ്. അമലിനെ എപ്പോഴെങ്കിലും കണ്ടെത്തി എന്തെങ്കിലും ചെയ്ത് അമൽ എനിക്ക് പൈസ തന്നിട്ടുണ്ടോ എന്നതായിട്ടുള്ള എന്തെങ്കിലും തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുവാനും ആ പൈസ 3 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുവാനും ഞാൻ തയ്യാറാണ്. സോ കമൻ്റ് ഇടുന്നവരോടും വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ, സത്യം എന്തെങ്കിലും ഒരു നാൾ പുറത്തു വരും. എൻ്റെ ഭാഗം എന്താണ്, ഞാൻ എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഞാൻ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ആ ഒരു ലെവലിൽ നിന്നും ഏറ്റവും 0% ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇനി തുടങ്ങേണ്ടത് ഒന്നേന്നാണ് ഞാൻ ഇനി തുടങ്ങേണ്ടത്. എന്നെ സ്നേഹിക്കുന്നവരടുത്തും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരടുത്തും എൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ് അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞിട്ട് അവരെൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി തുടങ്ങേണ്ടത് എൻ്റെ 0%-ൽ നിന്നാണ്. അങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് പോലും പൈസ മേടിച്ചിട്ട് ഈ പൈസ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് മാത്രം ആരും പറയരുത്. ഞാൻ പൈസ മേടിച്ചിട്ടില്ല, ഞാൻ അതിലല്ല ജീവിക്കുന്നത്. പിന്നെ അമലിനെ കണ്ടുപറ്റിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമലിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ ബ്ലസൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഓൾറെഡി ഇങ്ങനത്തെ പ്രശ്നം നടക്കുന്ന സമയത്ത് എന്തിൻ്റെ പേരിലാണ് അന്ന് മുതൽ അയാൾ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ബ്ലസൻ എന്ന് പറയുന്ന ഒരാൾ അന്ന് മുതൽ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ബ്ലസൻ ഈ ലാസ്റ്റ് ഞാനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതിന് ശേഷം അയാളുടെ കയ്യിലുള്ള ബാക്കി തെളിവൊക്കെ വീഡിയോയ്ക്കും കാര്യക്കൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതിലെ ഏറ്റവും വലിയ ഫ്രോഡായിട്ട് അയാൾ പ്രൂവ് ചെയ്തത്. അതിനുശേഷം ബ്ലസൻ എനിക്ക് പറയുന്നുണ്ട്, നീരജ ഇനിയെങ്കിലും അമലിനെ മുന്നിൽ കൊണ്ടുവരാൻ നോക്കണം. അയാളുടെ ആവശ്യം ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന 8 പേരുൾപ്പെടെ ആ UK എക്സ്പ്രസ് പറ്റിച്ച 48 പേരുടെയും കണക്കുകളും ചുമതലകളും എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നീരജ അമലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. അമലിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇട്ട് കഴിഞ്ഞു. പക്ഷേ ബ്ലസൻ്റെ ആവശ്യം ഇതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തോളാം. ചേട്ടൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ചേട്ടൻ ഓൾറെഡി തെളിവും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വീണ്ടും വെല്ലുവിളിക്കുന്ന രീതിയിൽ പറഞ്ഞു, നീരജ് ചെയ്യാനുള്ളത് ചെയ്യും. ഞാൻ എൻ്റെ ടീം ബാക്കിയുള്ള 3 പേരും കൂടെ ഉൾപ്പെടെ ഞാൻ മീഡിയേൻ്റെ മുന്നിൽ വന്നിരുന്ന് നീരജയെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറയും. ഇതിൽ കൂടുതൽ നീരജയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ കയ്യിലുള്ള അതേ സെയിം തെളിവുകൾ എൻ്റെ കയ്യിലും ഉണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? അത് അയാൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അയാളെ വാക്കും വിശ്വസിച്ച് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് കുറേ പേര് ആ ഒരു രീതിയിൽ അങ്ങ് പോവുകയാണ്. ഇവിടെ എവിടെയാണ് തെറ്റ് പറ്റിയത്, ആർക്കാണ് തെറ്റ് പറ്റിയതെന്ന് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. ഇത്രേ പറയാനുള്ളൂ. അപ്പം ഇനി ഞാൻ ഇതിനെതിരെ ഒരു രീതിയിലുള്ള വീഡിയോ ഇടത്തില്ല. ഇതെൻ്റെ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഇനി ഞാൻ തുടങ്ങാൻ പോകുന്നത് എൻ്റെ 0-ൽ നിന്നാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കൂടെ നിൽക്കുന്നവർക്കും ഒരുപാട് നന്ദി. തളർത്താൻ പറ്റും എന്നാലും ഓൾറെഡി തളർന്നു കഴിഞ്ഞു. അപ്പം മുന്നേറെ തന്നെ ചെയ്യും. കാരണം ഞാനായിട്ട് തുടങ്ങി വെച്ചത് പെട്ടെന്ന് അവസാനിച്ചിട്ട് ചിലപ്പോൾ തോന്നുന്നു ഇനി സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട, എല്ലാവരും നമുക്കെതിരാണ്, ഇട്ടിട്ട് പോയാലോ എന്നൊക്കെ. പക്ഷേ 1 രൂപ പോലും വാങ്ങാണ്ട് നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത എൻ്റെ ഫെയിമും എൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് 1 രൂപ പോലും വാങ്ങാണ്ട് നമ്മൾ പെട്ടെന്ന് ഇട്ടിട്ട് പോകാനുള്ളതല്ല എന്ന് പറഞ്ഞുള്ളൊരു കോൺഫിഡൻറ്റ് തന്ന് ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമാണ്. അപ്പോൾ അവരോട് ഒരുപാട് നന്ദി. അപ്പം ഈ വീഡിയോ ഇടണോ വേണ്ടിയെന്ന് ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. എന്നെ അറിയാവുന്നുള്ള എല്ലാവരും പറയുന്നത് ഇനിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടരുതെന്നാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിനെതിരെയും റിയാക്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും എന്നറിയാം. അപ്പം സത്യം അറിഞ്ഞിട്ട് റിയാക്ട് ചെയ്യുക പ്ലീസ്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ.
താങ്ക് യു.